ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وقال تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സമയത്തുള്ള നമ്മളുടെ ഇരുത്തത്തെയും സംസാരത്തെയും കേൾവിയും ഒക്കെ സാലിഹായ അമലായി നമ്മളിൽ നിന്നും കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും പാപകർമ്മങ്ങളെയും അല്ലാഹു തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി അങ്ങോട്ട് ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ പാവങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടാനും അതേ നിലയിൽ തന്നെ അല്ലാഹുവിലേക്ക് സന്തോഷത്തോടെ മടങ്ങാനും നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 25 ദിവസക്കാലമായി രാവും പകലും നിരന്തരമായി നമ്മൾ ഒരു വലിയ പ്രയത്നത്തിലാണ്. നമ്മുടെ 25 ദിവസക്കാലത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ഒരു വലിയ ലക്ഷ്യത്തെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ഈ യാത്രയിൽ നമ്മളുടെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും ഒക്കെ മാറ്റിവെച്ച് നിരന്തരമായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെടാൻ ശ്രമിക്കുകയാണ്, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷിതാവ് ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റിയുള്ള ആഗ്രഹമാണ്, ആശയാണ്, പ്രതീക്ഷയാണ്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹു നമ്മളെ വേഗത്തിൽ ദ്രുതഗതിയിൽ ഓടി വരിക എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. ധൃതിപ്പെട്ട് നിങ്ങൾ ഓടി വരിക. എങ്ങോട്ട്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് വരിക. അല്ലാഹു ഇതാ പുറത്തു കൊടുക്കുന്നു, അല്ലാഹു ഇതാ പുറത്തു കൊടുക്കുന്നു. ജനങ്ങളെ വേഗം വരൂ, വേഗം വരൂ. പുറത്തു കൊടുക്കുമ്പോൾ വേഗം വരണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
അഥവാ ആ പുറത്തു കൊടുക്കൽ കിട്ടിയാൽ അതിൻ്റെ പേരിൽ അവൻ ചെന്നെത്തുന്നത് വജന്നത്തിൻ അർദുഹസ്സമാവാതു വൽ അർദ്, വജന്നത്തിൻ അർദുഹസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വലിപ്പമുള്ള സ്വർഗത്തിലേക്കാണ്. എന്തോ ഒരു സാധനം അവിടെ കൊടുക്കുന്നുണ്ട്, വേഗം ചെന്ന് വാങ്ങിക്കോ എന്ന് പറയാം. എന്തോ ഒരു സാധനം കൊടുക്കുന്നുണ്ട്, വേഗം പോയി വാങ്ങിക്കോ. എന്താണാണോ കൊടുക്കുന്നത്? അത് ആകാശഭൂമികളോളം വലിപ്പമുള്ള സ്വർഗത്തെയാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കുമല്ലോ, അത് ആർക്കൊക്കെയാണ് കൊടുക്കുക? ആർക്കാണ് കൊടുക്കുക? എനിക്ക് കിട്ടുമോ? പോയാൽ കിട്ടാൻ സാധ്യതയുണ്ടോ? അതിന് അള്ളാഹു മറുപടി പറയാം, ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന സാധനമാണ്. മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സാധനം. ഈ പ്രഖ്യാപനം കേട്ടപ്പോഴാണ്, ഈ അറിയിപ്പ് ലഭിച്ചപ്പോഴാണ് മുസ്ലിമീങ്ങളായ നമ്മൾ പകല് പട്ടിണി ഇരിക്കാൻ തയ്യാറായത്, നോമ്പെടുക്കാൻ തയ്യാറായത്, രാത്രിയിൽ ഉറക്കമൊഴിയാനും നിന്ന് നിസ്കരിക്കാനും തയ്യാറായത്. കൊച്ചുകുട്ടികളെപ്പോലെ ഈ ഔദാര്യവാനായ രാജാതിരാജൻ്റെ മുമ്പിൽ കരയാനും കൈ ഉയർത്താനും നമ്മൾ തയ്യാറായത് എന്തിനാണ്? ഈ മഗ്ഫിറത്ത് കിട്ടണം, ആ മഗ്ഫിറത്തിലൂടെ വിശാലമായ സ്വർഗത്തിലേക്ക് എനിക്ക് ചെന്നെത്തണം. നമ്മുടെ ഈ യാത്രയിൽ നമ്മുടെ ലക്ഷ്യം അതാണ്. അഥവാ ഈ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ അടിമുടി ശുദ്ധരാകണം. സ്വർഗം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഭൂമിയാണ്. ലാ ഫീഹാ ഗൗലുൻ വലാ ഹും അൻഹാ യുൻസഫൂൻ. സ്വർഗത്തെക്കുറിച്ചിട്ട് അള്ളാഹു എല്ലായിടങ്ങളിലും പറയുമ്പം അതിൻ്റെ പ്രത്യേകതകൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ കലർപ്പുകളില്ല, മായമില്ല, തട്ടിപ്പില്ല, തരികിടയില്ല, അഴുക്കുകളില്ല, ദുർഗന്ധമില്ല, വിയർപ്പില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ വ്യക്തമായി പറഞ്ഞിട്ട് അവിടെ വിയർപ്പില്ല. നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ച് വയറ് നിറയുമ്പം ഏമ്പക്കം വിടുക എന്ന് പറയുന്നത് വയറ് നിറഞ്ഞതിൻ്റെ പേരിൽ ഗ്യാസ് ഔട്ടാക്കുക, ഒരു ദുർഗന്ധം വരൂലേ? അതുപോലും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ഒരു തരം അനുഭവമായിരിക്കും. ഇതാണ് സ്വർഗം. സ്വർഗത്തിൽ കലർപ്പുകളൊന്നുമില്ല, മായമൊന്നുമില്ല, അഴുക്കുകളൊന്നുമില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا. അവിടെ നമുക്ക് കേട്ടാൽ അരാജകത്വം തോന്നുന്ന, വെറുപ്പ് തോന്നുന്ന, പക തോന്നുന്ന വർത്തമാനങ്ങൾ പോലും ഇല്ല എന്നാണ്. അങ്ങനത്തെ വർത്തമാനം പോലും ഇല്ല, അലോസരങ്ങളൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അത്രയ്ക്കും പരിശുദ്ധമായ പവിത്രമായ ഒരു ഭൂമിയെക്കുറിച്ചിട്ടാണ് സ്വർഗം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകളും ശുദ്ധരായിരിക്കണം. ആ ആളുകളും കഴുകി വൃത്തിയാക്കപ്പെട്ടിട്ട് വേണം സ്വർഗത്തിൽ കടക്കാൻ. ഇന്ന് നമ്മൾ നോമ്പിൻ്റെ ഈ കാലത്ത് ദിക്ർ ദുആകളിലൂടെ, ഇബാദത്തിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ അതാണ്. നമ്മളെ ശുദ്ധിയാക്കുകയാണ്, നമ്മളെ കഴുകി വൃത്തിയാക്കുകയാണ്. നമ്മളെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ മേലെ സുഗന്ധം പൂശി, പട്ടിൽ പൊതിഞ്ഞെന്നൊക്കെ പറയുന്നില്ലേ, പട്ടിൽ പൊതിഞ്ഞ് പവിത്രമായി പരിശുദ്ധമായ നിലയിൽ വേണം സ്വർഗത്തിലേക്ക് കടക്കാൻ. അള്ളാഹു നമുക്കൊക്കെ ആ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറയാൻ ഭയങ്കര എളുപ്പമാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ فادخلي في عبادي وادخلي جنتي يا أيتها النفس المطمئنة. നല്ല ആത്മാക്കൾക്ക് മാത്രം ക്ഷണം കിട്ടുന്ന സ്ഥലത്തെയാണ് സ്വർഗം എന്ന് പറയുന്നത്. നല്ല ആത്മാക്കൾക്ക് മാത്രമേ ക്ഷണം കിട്ടുകയുള്ളൂ, പ്രവേശനം കിട്ടുകയുള്ളൂ, അഡ്മിഷൻ ഉണ്ടാവുകയുള്ളൂ.
വതിൽകൽ ജന്നത്തുൽ ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ്യാ വതിൽകൽ ജന്നത്തുൽ ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ്യാ. വതിൽകൽ ജന്ന, ആ ഒരു സ്വർഗം, അതാ ആ കാണുന്ന സ്വർഗം ഇല്ലേ, ആ കാണുന്ന സ്വർഗം. അല്ലാഹു തആല ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് നമ്മളെ ആശിപ്പിച്ച് വായിൽ വെള്ളമൂറുക എന്ന് പറയുന്നില്ലേ, കൊതിയൂറുക, അങ്ങനെ വെള്ളമൂറുന്ന കൊതിയൂറുന്ന അവസ്ഥയിലേക്ക് സ്വർഗത്തെക്കുറിച്ചിട്ട് വിശദീകരിക്കും. എന്നിട്ട് അള്ളാഹു അതാ ആ കാണുന്ന സ്വർഗം എന്ന് പറയാം. ഒന്നല്ല, പലയിടങ്ങളിലും സ്വർഗത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ അങ്ങനെയാണ് അള്ളാഹു പറയാം. വനൂദൂ അൻ തിൽകുമുൽ ജന്ന വനൂദൂ അൻ തിൽകുമുൽ ജന്ന ഊരിസ്തുമൂഹാ ബിമാ കുൻതും തഅമലൂൻ. വനൂദൂ, പിന്നിൽ നിന്നും ഒരു വിളിയാളം കേൾക്കും, ഒരു സൗണ്ട്, ഒരു അനൗൺസ്മെന്റ് കേൾക്കും. എന്താണ് ശബ്ദം എന്ന് വിചാരിച്ച് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അൻ തിൽകുമുൽ ജന്ന, നോക്കൂ അതാണ് സ്വർഗം. അൻ തിൽകുമുൽ ജന്ന, നോക്കൂ അതാണ് സ്വർഗം. അല്ലതീ ഊരിസ്തുമൂഹാ ബിമാ കുൻതും തഅമലൂൻ. കുറേ കാലങ്ങളായി നിങ്ങൾ അമല് ചെയ്ത് പണിയെടുത്ത് പ്രതീക്ഷയോടുകൂടി ദ്വാരന്ന് കാണാൻ കാത്തിരുന്ന സ്വർഗം ഇല്ലേ, അതാ തിൽക്കൽ ജന്ന, അതാണ് സ്വർഗം. ആ കാണുന്ന അതാണ് സ്വർഗം. വഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീൻ വബുർരിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ. വഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി അലങ്കൃതമായി തയ്യാറായി മനോഹരമായ കോലത്തിൽ സ്വർഗം ഇങ്ങനെ നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമദാനിന്റെ രാവ് പകലുകൾ ആരംഭിക്കുമ്പോൾ എല്ലാ ദിവസവും സ്വർഗത്തിൻ്റെ വാതിലുകളൊക്കെ തുറക്കും. എല്ലാ ദിവസവും സ്വർഗത്തിൻ്റെ വാതിലുകളൊക്കെ തുറക്കും. അതിൻ്റെ ഉള്ളൊക്കെ വൃത്തിയാക്കും. വൃത്തിയില്ലാത്തത് കൊണ്ടല്ല, ഒരലങ്കാരത്തിന് വേണ്ടി, മനോഹാരിതയ്ക്ക് വേണ്ടി. അതിൻ്റെ കവാടങ്ങളെല്ലാം തുറന്നിട്ട് അതിലെ ഹൂർലീങ്ങളും അതിൻ്റെ ചുമതലക്കാരായ മലക്കുകളും അതിൻ്റെ വാതിലിലേക്ക് വന്നിട്ട് ഭൂമിയിലേക്ക് നോക്കും. എന്നിട്ട് ഏ അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളിലെ നോമ്പുകാരെ, ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കും, ഞങ്ങൾ റെഡിയാണ് നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ വിളിയാളം കേട്ടുകൊണ്ട് ഈ ഉമ്മത്തിലെ മുസ്ലിമീങ്ങൾ, നല്ലവരായ നോമ്പുകാര്, പകലിൻ്റെ പട്ടിണിയും ദാഹവും ഒക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ആ സ്വർഗത്തെ കിട്ടാൻ വേണ്ടിയിട്ട് ദ്രുതഗതിയിൽ യാത്രയാകും. പക്ഷേ ഈ സ്വർഗത്തിൻ്റെ കവാടത്തിൽ എത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആശിപ്പിച്ച് മോഹിപ്പിച്ചിട്ട് അതിൻ്റെ വാതിലൊക്കെ തുറന്നിട്ട് അള്ളാഹു ചില കണ്ടീഷൻസ് പറയുന്നു. തിൽക്കൽ ജന്നത്തുൽ ലതീ നൂരിസു മിൻ ഇബാദിനാ വതിൽകൽ ജന്നത്തുൽ ലതീ നൂരിസു മിൻ ഇബാദിനാ. ആ സ്വർഗം എൻ്റെ അടിമകളിൽ നിന്നും ചില ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ്, ചില ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചത്. അതാരാ ചില ആള്? അതാരാണ് ആ ബഅദ്? അതാരാണ് ആ മൻ? ആളുകളൊക്കെ ആകാംക്ഷയോട് ചോദിക്കുമ്പോൾ എന്താ അതിനു വേണ്ട സിഫത്ത്, അതിനു വേണ്ട ഗുണം, അതിനു വേണ്ട ക്വാളിറ്റി, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ? വേറൊന്നുമില്ല. മൻ കാന തഖിയ, മൻ കാന തഖിയ. വൃത്തിയുള്ളവരായിരിക്കണം, സൂക്ഷ്മതയുള്ളവരായിരിക്കണം. വൃത്തിയുള്ളവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. വൃത്തിയുള്ളവർക്ക് മാത്രമേ പ്രവേശനം. എന്ത് വൃത്തിയാ? ബാഹ്യമായതും ആന്തരികമായതുമായ വൃത്തിയും ശുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയൂ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വേറെ കണ്ടീഷനൊന്നുമില്ല. സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ മുമ്പിൽ അങ്ങകലെ ഹബിഷയിൽ ഒരു കറുത്ത പെണ്ണിൻ്റെ മകനായി ജനിച്ച മൂക്ക് ചപ്പിയ ബിലാൽ വന്നു നിൽക്കുമ്പോൾ ആഫ്രിക്കക്കാർക്ക് ഇവിടെ പ്രവേശനം ഇല്ല എന്നൊന്നും പറയൂല. ജീവിതകാലം മുഴുവൻ നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപദ്രവിക്കുകയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കൊടിയ കാഫിറായ ധിക്കാരിയായ അബൂജഹലിന്റെ ബീജത്തിൽ പറന്ന ഇക്രിമ വന്ന് നിൽക്കുമ്പം അബൂജഹലിന്റെ കുടുംബത്തിൽപ്പെട്ടവർക്കൊന്നും ഇവിടെ പ്രവേശനമില്ല എന്ന് പറയൂല. ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം നല്ലോണം. എന്ന് പറഞ്ഞാൽ അവിടെ കുലം നോക്കുകയില്ല, ഗോത്രം നോക്കുകയില്ല, കുടുംബം നോക്കുകയില്ല. ഏത് രാജ്യക്കാരനാ, ഏത് നാട്ടുകാരനാ, ഏത് കുടുംബക്കാരനാ, സയ്യിദാണോ തങ്ങളാണോ, ഒന്നും നോക്കൂല. അള്ളാഹു നമുക്കൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. അബൂജഹലിന്റെ മകൻ ഇക്രിമ വന്ന് നിൽക്കുമ്പം ആ ഇക്രിമയ്ക്ക് വേണ്ടിയിട്ട് കവാടം തുറക്കപ്പെടും. സാക്ഷാൽ നമ്മുടെ പ്രിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
കണ്ണിലെ കൃഷ്ണമണി പോലെ ആറ്റു നോറ്റ് പോറ്റ് വളർത്തിയ അബൂ താലിബ് വന്ന് നിൽക്കുമ്പം ആ വാതിൽ തുറക്കൂല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അളാപ്പയല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു പരിഗണന ഉണ്ടാവൂല, ഒരു പരിഗണന. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യം നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് രാത്രി ഉറക്കം വരാത്തത്. നമുക്ക് ഈ ഒരു സത്യം നമ്മൾ അറിഞ്ഞതുകൊണ്ടാണ് പകല് നമുക്ക് പട്ടിണി ഇരിക്കൽ എളുപ്പമാകുന്നത്. പടച്ചോനെ, അവിടെ ഒരു ബന്ധവും പറയാൻ കഴിയില്ല, അവിടെ നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രത്യേകത എടുത്തു പറയാൻ കഴിയില്ല. ഒറ്റ സിഫത്ത് മാത്രമേ ഉള്ളൂ, തഖ്വയുണ്ടായിരുന്നോ ജീവിതത്തിൽ എന്നാണ്. ആ തഖ്വക്ക് ഞാനിപ്പം ലളിതമായ അർത്ഥം വെച്ചതാണ്. വൃത്തിയുണ്ടോ എന്ന് നോക്കും. വൃത്തി ഉണ്ടെങ്കിൽ കയറും. നമ്മളിപ്പോൾ പള്ളിയിലേക്ക് കയറ്റുമ്പോൾ എല്ലാവരും ഭയങ്കര വൃത്തി നോക്കുന്നില്ല. കാല് കിടാന്ന്. കാല് മാത്രം കഴിയാൽ പോരാ, കാല് മാത്രം കഴിയാൽ പോരാ. നമ്മൾ കാല് കഴുകുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു, അതിൻ്റെ അപ്പുറത്തേക്ക് കൽബ് കഴുകുന്നതിൽ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മൾ കാലിൽ കിടക്കുകയാണ്. കാല് കഴിയാലേ പള്ളിയിൽ കയറാൻ പറ്റും. അല്ല, കാല് കഴുകുന്നതിനേക്കാൾ കൂടുതൽ കൽബ് കഴുകിയാലേ പള്ളിയിൽ കയറാൻ പറ്റും. ഇന്നമൽ മുശ്രികൂന നജസുൻ ഫലാ യഖറബുൽ മസ്ജിദൽ ഹറാം. ഇന്നമൽ മുശ്രികൂന നജസുൻ ഫലാ യഖറബുൽ മസ്ജിദൽ ഹറാം ബഅദ ആമിഹിം ഹാദാ വഇൻ ഖിഫ്തും ഐലതൻ ഫസൗഫ യുഗ്നീകുമുല്ലാഹു മിൻ ഫദ്ലി. അല്ലാഹു പറയാണ്, പള്ളി എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ ഭവനമാണ്, പരിശുദ്ധമായ ഇടമാണ്. പരിശുദ്ധമായ ഇടമായതുകൊണ്ട് അങ്ങനത്തെ ശുദ്ധിയുള്ള മനസ്സിന്റെ ഉടമകൾ മാത്രം ഇങ്ങോട്ട് കയറിയാൽ മതി. ഫലാ യഖറബുൽ മസ്ജിദൽ ഹറാം ഫലാ യദ്ഖുലുൽ മസ്ജിദൽ ഹറാം. ഉള്ളിൽ ശിർക്കുള്ളവർ, ഉള്ളിൽ അഴുക്കുള്ളവർ, കുശുമ്പ്, കുന്നായ്മ, വിദ്വേഷം, വേണ്ടാധീനം, വൃത്തികേട്, ഇതൊന്നുമുള്ളവർ പള്ളിയിൽ കടക്കരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനുണ്ടോ? അങ്ങനെ ഉണ്ട്. അഥവാ അങ്ങനത്തെ എന്തെങ്കിലും രോഗങ്ങളുമായി പള്ളിയിലേക്ക് ആളുകൾ വരുമ്പോൾ അവരോട് പുറത്തുനിന്ന് ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കാൻ പറയുകയാണ്. ഒളു എന്ന് പറഞ്ഞാൽ എന്താ? മുഖം കഴുകുന്നു, വായ് കൊപ്പിളിക്കുന്നു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി വൃത്തിയാക്കുന്നു, കൈ മുട്ടുൾപ്പെടെ കഴുകുന്നു, തലയൊന്ന് അല്പമെങ്കിലും തടകുന്നു, ചെവി തടകുന്നു, കാല് കഴുകുന്നു. എന്തിനാ പ്രിയപ്പെട്ടവരെ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾ അവനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വരുമ്പം, അല്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി മുസല്ലയിലേക്ക് വരുമ്പം ഇങ്ങനൊക്കെ അമൽ ചെയ്യാൻ വേണ്ടി എന്തിനാ കൽപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നിയമമാക്കിയ ഈ പരിശുദ്ധമായ ദീനിൻ്റെ ഓരോരോ കർമ്മങ്ങളും ബാഹ്യമായ അർത്ഥത്തിൽ മാത്രം നമ്മൾ കാണരുത്. നമ്മൾ മുഖം കഴുകുന്നത് വെള്ളമില്ലാത്ത സമയത്ത് ഇല്ലാത്ത വെള്ളം കളയാൻ വേണ്ടിയല്ല. നമ്മൾ കൈ കഴുകുന്നത്, കാല് കഴുകുന്നത് നമ്മളുടെ വസ്വാസ് തീർക്കാൻ വേണ്ടിയിട്ടും വെള്ളം തീർക്കാൻ വേണ്ടിയിട്ടും അല്ല. നമ്മൾ മുഖം കഴുകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒളുവിൻ്റെ അവയവങ്ങളെ കഴുകുമ്പോൾ അല്പം കയറ്റി കഴുകണം. എന്തുകൊണ്ടെന്നാൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ കോടാനകോടി മനുഷ്യന്മാരിങ്ങനെ നിൽക്കുമ്പോൾ ആദം അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങറ്റം ഈസാ അലൈഹിസ്സലാം വരെയുള്ള നബിമാർക്കെല്ലാം അവരുടെ അനുയായികളുണ്ട്, അവരുടെ ഗ്രൂപ്പുണ്ട്, അവരുടെ ഫോളോവേഴ്സ് ഉണ്ട്. ഇങ്ങനെ കോടാനകോടി ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇടത്ത് ആ മഹ്ശറയുടെ വൻസഭയിൽ ഞാൻ നിങ്ങളെ തിരിച്ചറിയണ്ടേ? നമ്മളെ നേതാവ്, നമ്മുടെ ഹബീബ് നമ്മളെ തിരിച്ചറിയണ്ടേ? ഞാൻ നിങ്ങളെ തിരിച്ചറിയും. എങ്ങനെ തിരിച്ചറിയാ? മിൻ ആസാരിൽ വുദൂ, നിങ്ങൾ വുദൂ എടുത്തതിൻ്റെ അടയാളം, അഥവാ വുദൂ എടുത്ത സ്ഥലം പ്രകാശിക്കുന്നതാണ് എന്ന് പറഞ്ഞു. പ്രകാശിക്കുന്നത്, വുദൂ എടുത്ത സ്ഥലം പ്രകാശിക്കും. ആ പ്രകാശം കണ്ടിട്ട് ഞാൻ നിങ്ങളെ തിരിച്ചറിയും. ചില സഹാബാക്കൾ, സാധാരണക്കാരായ അറാബികളായ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ ആർക്കും വീടും കൂടും നാടും വിലാസം ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഓരോരുത്തരെയും നമ്മൾ തിരിച്ചറിയുന്നത് അവരുടെ വസ്ത്രത്തെ നോക്കിയിട്ടാണ്. ഏത് നാട്ടുകാരാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഏകദേശം, അല്ലേ? ഏത് ഏരിയയിലുള്ള ആളുകൾ എന്ത് വസ്ത്രമാണ് അണിയുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് അവരണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൻ്റെയും അവർ ജീവിക്കുന്ന രീതിയുടെ ഒക്കെ. അവിടെ അതൊന്നും പറ്റൂല. ആളുകൾക്ക് വസ്ത്രം പോലും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് അങ്ങ് ആ മഹ്ശറയുടെ വൻ തിരക്കിൽ ഞങ്ങളെ തിരിച്ചറിയുക എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിച്ചൊരു മറുപടി എന്ത് ചോദിച്ചു? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് 100 കുതിരകൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഒരാൾക്ക് 100 കുതിരകൾ ഉണ്ടായിരുന്നു. അതിൽ 99 എണ്ണവും കറുത്ത കുതിരയാണ്.
നിബിധങ്ങളുടെ മറുപടിയാ. 99 എണ്ണവും കറുത്ത കുതിരയാണ്, ഒരെണ്ണം നല്ല വെളുത്ത കുതിരയാ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ മുമ്പിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന 100 കുതിരകളെ നോക്കിയിട്ട് ഇതിലെ വെളുത്ത കുതിര ഏതാണെന്ന് തിരിച്ചറിയാൻ വിഷമം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. സാധാരണക്കാരായ ആറാബികളുടെ ചോദ്യത്തിന് അത്രയും ലളിതമായ മറുപടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇല്ല, അത് പ്രയാസമൊന്നും ഉണ്ടാവില്ല. 99 കറുത്തതിൽ നിന്നും ഒരു വെളുത്തതിനെ തിരിച്ചറിയാൻ പ്രയാസമൊന്നുമില്ലല്ലോ. അഷ്റഫുൽ ഖൽഖായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബാക്കളെ, നാളെ മഹ്ശറയുടെ കോടാനകോടി ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഇടയിൽ നിന്നും എൻ്റെ ഉമ്മത്തികൾ വുളൂ ചെയ്തതിൻ്റെ പേരിൽ അവരുടെ അവയവങ്ങൾ വെട്ടിത്തിളങ്ങും. ആ വെളിച്ചം കണ്ടിട്ട് ഞാൻ അവരെ തിരിച്ചറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അവയവങ്ങൾ തിളങ്ങുന്നത്? 3 പ്രാവശ്യം കഴുകുന്നതിന് പകരം 30 പ്രാവശ്യം കഴിയാൽ തിളങ്ങോ? 3 പ്രാവശ്യം കഴുകുന്നതിന് പകരം 30 പ്രാവശ്യം കഴിയാൽ ഇല്ല. പിന്നെയോ, നമ്മൾ കഴുകുന്നത് മുഖമല്ല, നമ്മൾ കഴുകുന്നത് കൈയല്ല, നമ്മൾ കഴുകുന്നത് കാലല്ല. പിന്നെയോ, നമ്മുടെ ഖൽബാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ പെരുമാറ്റമാണ്, നമ്മുടെ സംസാരമാണ്. നമ്മൾ വായിൽ വെള്ളം കയറ്റി നന്നായി കൊപ്പിളിക്കണമെന്ന് പറയുന്നത് എന്തിനാ? ഈ വായിൽ നിന്നും എല്ലാ അഴുക്കും പുറത്തു പോകണം. എന്തഴുക്ക്? അത്താഴത്തിൻ്റെ സമയത്ത് നമ്മൾ തിന്ന ബീഫ് കറിയുടെ അംശമാണോ, ചോറിൻ്റെ അംശമാണോ? അത് മാത്രമല്ല, പിന്നോ രാത്രി ആരും കാണാതെ നമ്മൾ 2-3 ആൾ ഒന്നിച്ചിരുന്നപ്പം അവനെയും ഇവനെയും കുറിച്ചിട്ടൊക്കെ ഈബത്തിൻ്റെ മീമത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂലേ? വേണ്ടാത്ത വ്യക്തികൾ കളിയാക്കി കാണൂലേ? തമാശ പറഞ്ഞിട്ടുണ്ടാവൂലേ? അവൻ ഇഷ്ടപ്പെടാത്ത വർത്താനം പറഞ്ഞില്ലേ? അങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ നമ്മുടെ വായിൽ നമ്മൾ അറിയാതെ ആരാൻ്റെ ഇറച്ചി വന്ന് പെട്ടിട്ടുണ്ട്. അത് ഭയങ്കര അപകടമാണ്. അത് കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കിയിട്ട് വേണം നീ ഇങ്ങോട്ട് വരാൻ. എന്നെ വിളിക്കുന്ന ഈ നാവിൽ നിന്നും ഞാൻ ഇഷ്ടപ്പെടാത്ത വേറൊരു വൃത്തികെട്ട വർത്തമാനം വരരുത് എന്ന് അള്ളാഹുവിന് നിർബന്ധമുണ്ട്. നമ്മൾ ഇന്നലെ സൂറത്തുൽ ഹുജറാത്താണ് നമസ്കാരത്തിൽ ഓതിക്കേട്ട ഒരു അധ്യായം. ഈ ഹുജറാത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനത്തെ കുറേ പെരുമാറ്റ ശുദ്ധികളാണ്. നമ്മൾ പറഞ്ഞു വന്നത് സ്വർഗം, അതിനുവേണ്ടിയാണ് നമ്മൾ മെനക്കെടുന്നത്. സ്വർഗത്തെയാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അഥവാ സ്വർഗം വേണമെന്ന ആഗ്രഹം ആത്മാർത്ഥമാണെങ്കിൽ നമുക്ക് വേണ്ടത് വൃത്തിയാണ്, ശുദ്ധിയാണ്. ഏത് വൃത്തി? ബാഹ്യമായതും അതോടൊപ്പം തന്നെ ഉള്ളിലും. നമ്മൾ സാധാരണഗതിയിൽ കുളിച്ച് നല്ല മണവസ്തുക്കളൊക്കെ ഇട്ട് കുളിച്ച് റെഡിയായി അതിൻ്റെ മേലെ കുറച്ച് അത്രോ പെർഫ്യൂമോ ഒക്കെ പുരട്ടി തരക്കേടില്ലാത്ത നല്ല സൗന്ദര്യത്തോടു കൂടി പുറത്തേക്കിറങ്ങി. പക്ഷേ നമുക്ക് നമ്മുടെ മലവിസർജനം ഒന്നും നടന്നില്ല, ഉള്ളൊന്നും ക്ലിയർ ആയില്ല. എന്തായിരിക്കും അവസ്ഥ? ഞാനിതൊക്കെ പറയുമ്പം ലളിതമായ ഭാഷയിൽ നിങ്ങളോട് പറയുമ്പോൾ ഖുർആനിൻ്റെ വാക്കുകളിലൂടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളിലൂടെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഉപദേശങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബാഹ്യമായ നിലയിൽ വൃത്തിയായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ ഇത്തിക്കാഫിരിക്കുകയാണ്, രാത്രി നിസ്കരിക്കുകയാണ്, ദിക്റുകൾ പറയുകയാണ്, ഇസ്തിഗ്ഫാർ പറയുകയാണ്, നോമ്പ് പിടിക്കുകയാണ്. ഇതൊക്കെ ബാഹ്യമായ നിലയിൽ നമ്മൾ നന്നാകാൻ ശ്രമിക്കുന്നു എന്നതാണ്. ബാഹ്യമായ നിലയിൽ നമ്മൾ നന്നാകാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇതിനോടൊപ്പം ആന്തരികമായ നിലയിൽ ഉള്ളുകൊണ്ടും നമുക്ക് ശുദ്ധരാകാനുണ്ട്, വൃത്തിയാകാനുണ്ട്. അതും കൂടെ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നമ്മൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ആ ഉള്ളുകൊണ്ട് എങ്ങനെ വൃത്തിയാവുക? എപ്രകാരം പ്രിയപ്പെട്ടവരെ, നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കണമെന്ന് പറഞ്ഞു. നിസ്കാരം ഫറളാണ്, അല്ലേ? നിസ്കാരം ഫറളാണ്. നോമ്പെടുക്കണമെന്ന് പറഞ്ഞു, നോമ്പ് ഫറളാണ്. സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു, സക്കാത്ത് നിർബന്ധമാണ്, ഫറളാണ്, സക്കാത്ത് കൊടുത്തേ തീരൂ. ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞു, ഹജ്ജ് നിർബന്ധമാണ്, ഹജ്ജ് ചെയ്തേ തീരൂ. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഇല്ലാതെ ഒരാൾ എങ്ങനെ മുസ്ലിമാവും? ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 തൂണുകളിൽ മേൽ നിർമ്മിതമായ ഒരു കെട്ടിടമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആദ്യത്തേത് ഷഹാദത്താണ്, നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ ഈമാനാണ്. വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല എന്ന് നമുക്കറിയണം. അറിയുന്നുണ്ടോ? നമ്മൾ അറിഞ്ഞത് മനസ്സിൽ കരുതി ഉറപ്പിക്കണം. എന്നിട്ട് നാവ് കൊണ്ട് വെളിവാക്കി പറയണം. റമദാനിൽ നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്ന എന്ന ദിക്ർ വർദ്ധിപ്പിക്കുന്നുണ്ട്. ദിക്ർ വർദ്ധിപ്പിക്കണം, അധികരിപ്പിക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വർദ്ധിപ്പിക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ? അള്ളാഹു അവനല്ലാതെ വേറെ ഒരു ആരാധ്യനില്ല, അള്ളാഹു അവനല്ലാതെ റിസ്ക് തരാൻ കഴിവുള്ളവനില്ല, അള്ളാഹു അവനല്ലാതെ രോഗം തരുന്നവനും രോഗം എടുക്കുന്നവനും വേറെ ആരുമില്ല, അള്ളാഹു അവൻ്റെ മുമ്പിലല്ലാതെ ഞാൻ കരഞ്ഞു പറഞ്ഞാൽ എനിക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല, അള്ളാഹു അവനാണ് രക്ഷിതാവ് എന്ന് ഞാൻ അറിയണം, അള്ളാഹു അവനാണ് രക്ഷിതാവ് എന്ന് ഞാൻ അറിയണം. ആ അറിഞ്ഞത് മനസ്സിൽ കരുതി ഉറപ്പിക്കണം. എന്നിട്ട് നാവ് കൊണ്ട് വെളിവാക്കി പറയണം. അപ്പോഴാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് അർത്ഥവത്താകുന്നത്, കൂലി കിട്ടുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യം. അഥവാ ഈ ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായാൽ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് നിസ്കാരമാണ്. 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. ഒരാൾ നമസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവന് ഇസ്ലാമേ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു മനുഷ്യൻ്റെയും കുഫറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം തർക്കുസ്സലാത്താണ്. നിസ്കരിക്കുന്നില്ല. ഞാൻ നോമ്പെടുക്കുന്നുണ്ടല്ലോ, സക്കാത്ത് കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ പള്ളിയിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടല്ലോ, പക്ഷെ നിസ്കാരത്തിന് കൃത്യമായി പങ്കെടുക്കുന്നില്ലല്ലോ എന്ന് കണ്ടാൽ അവൻ മുസ്ലിമേ അല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നിസ്കാരം നിർബന്ധമാണ്. 5 നേരം നിസ്കരിക്കണം. 5 നേരം നിസ്കരിക്കണം കൃത്യമായി, നിർബന്ധമായി. മുമ്പും പിമ്പുള്ള സുന്നത്തുകൾ നിസ്കരിക്കണം. സുന്നത്തുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. അതുപോലെ പ്രിയപ്പെട്ടവരെ, കൃത്യമായി നോമ്പെടുക്കണം. നോമ്പില്ലാതെ മുസ്ലിമാകാൻ കഴിയില്ല. നോമ്പില്ലാതെ മുസ്ലിമാകാൻ കഴിയുകയില്ല. നോമ്പ് ഫറളാണ്, നിർബന്ധമാണ്. ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, നോമ്പ് എന്ന് പറഞ്ഞാൽ പറ്റുന്നവരൊക്കെ എടുത്താൽ മതി. അങ്ങനല്ല. മുസ്ലിം ആകണമെങ്കിൽ നോമ്പെടുത്തേ തീരൂ. അഥവാ നോമ്പെടുക്കാൻ കഴിയാത്ത അത്രയ്ക്കും പ്രയാസകരമായ രോഗങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഇതിന് ശേഷം പിന്നീട് നോമ്പെടുത്ത് വിടൽ നിർബന്ധമാകും. നോമ്പെടുത്തേ തീരൂ. അത് ആണായാലും പെണ്ണായാലും നോമ്പില്ലാതെ മുസ്ലിമാണെന്ന് പറയാൻ കഴിയില്ല. സക്കാത്ത് കൃത്യമായി കൊടുക്കണം. നമുക്ക് അള്ളാഹു തന്ന സമ്പത്തിന് അവനൊരു അളവ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചിതമായ അളവനുസരിച്ച് നമ്മൾ സക്കാത്ത് കൊടുക്കണം, നിർബന്ധമാണ്. ഹജ്ജ് ചെയ്യണം. ഹജ്ജ് ഓരോ മുസ്ലിമായ ആണിൻ്റെയും പെണ്ണിൻ്റെയും മേൽ നിർബന്ധമാണ്. ഹജ്ജ് ചെയ്യണം. ഇതൊക്കെ നിർബന്ധമാണ്, ചെയ്തേ തീരൂ. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നിർബന്ധമായ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ അമലുകളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മളെ സ്വാധീനിക്കുന്ന, നമ്മളെ ശുദ്ധിയാക്കുന്ന, നമുക്ക് നമ്മുടെ രക്ഷിതാവിൻ്റെ തൃപ്തി നൽകുന്ന ചില നിർബന്ധമായ നിയമങ്ങളുണ്ട്. ആ നിർബന്ധമായ നിയമങ്ങളും കൂടി നമ്മൾ പാലിക്കുമ്പോഴാണ് നമ്മൾ ഉള്ളുകൊണ്ട് കഴുകി വൃത്തിയാക്കി ശുദ്ധിയായി എന്ന് പറയാൻ കഴിയും. ഇപ്പം നമ്മൾ എന്തിനാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നത്? തൗബ വർദ്ധിപ്പിക്കുന്നത്, പശ്ചാത്താപം വർദ്ധിപ്പിക്കുന്നത്? പശ്ചാത്താപവും ഇസ്തിഗ്ഫാറും തൗബയുമൊക്കെ നമ്മുടെ ഉള്ളിൽ വന്നുപോയ അഴുക്കുകളെയും കറകളെയും ദുർഗന്ധങ്ങളെയും കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ നിലയിൽ നമ്മൾ ഉള്ളു കഴുകി വൃത്തിയാക്കിയാലല്ലാതെ നമ്മുടെ രക്ഷിതാവിൻ്റെ മുമ്പിൽ നേരത്തെ പറഞ്ഞ അമലുകളൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് തൗബ നിർബന്ധമായത്. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ നിർബന്ധമായത്. നമ്മൾ നമ്മുടെ ഉള്ളുകൊണ്ട് ശുദ്ധരാകണം, വൃത്തിയാകണം. പരിശുദ്ധ റമദാനിൻ്റെ ഈ പുണ്യമായ നാളുകൾ അവസാനിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൽ നിന്നും നരകമോചനം നമ്മൾ നേടിയെടുത്തു എന്ന് വെച്ചാൽ, സ്വർഗത്തിൻ്റെ പ്രവേശനം ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉള്ളും പുറവും ഒരുപോലെ നമ്മൾ ശുദ്ധിയുള്ളവരായി, വൃത്തിയുള്ളവരായി. നമ്മളെ കൊണ്ട് ഇനി ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകരുത് എന്നാണ് അർത്ഥം. ഇനി ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകരുത്. നമ്മുടെ വർത്താനം കൊണ്ട് ഉപദ്രവം ഉണ്ടാകരുത്. നോട്ടം കൊണ്ട് പോലും ഉപദ്രവം ഉണ്ടാകരുത്. നമ്മളിൽ നിന്നും നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നും വേറൊരാൾക്കും ഒരു വിഷമവും ഒരു പ്രയാസവും വരാൻ ഇടയാകരുത്. ആ നിലയിൽ നമ്മുടെ ജീവിതം പരിശുദ്ധമായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ച ജീവിത രീതി അതാണ്. അഥവാ ആ നിലയിൽ ഒരു മനുഷ്യൻ ജീവിച്ച് മരിക്കുമ്പോൾ അവൻ്റെ മരണാസന്ന വേളയിൽ തന്നെ സ്വർഗത്തിൽ നിന്നും വിരുപ്പുമായി മലക്കുകൾ വരുമെന്നാണ്. അവനെ സ്വീകരിക്കാൻ വേണ്ടി, അവൻ്റെ റൂഹിനെ സ്വീകരിക്കാൻ വേണ്ടി, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവിടെയാണ് അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തശ്തഹീ അൻഫുസുകും
വലകും ഫീഹാ മാ തദ്ദഊൻ നുസുലം മിൻ ഗഫൂരിർ റഹീം. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിന്നും കാരുണ്യത്തിൻ്റെ മലക്കുകൾ വരും. നല്ല വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് സന്തോഷത്തോടു കൂടി ഈ അടിമയെ അങ്ങനെ തന്നെ അങ്ങ് കൂട്ടിക്കൊണ്ടു പോകും. അള്ളാഹുവിങ്കൽ അല്ലാ തഖാഫു വലാ തഹ്സനു, നീ ഭയപ്പെടണ്ട, നീ പരിഭവിക്കണ്ട, നീ ബേജാറാവണ്ട, നീ വ്യസനിക്കണ്ട. എന്താ കാരണം? നഹ്നു ഔലിയാവു, നമ്മൾ നിന്റെ കൂടെ ഉണ്ട് എന്ന് മലക്കുകൾ പറയാ. നീ ബേജാറാകണ്ട, നീ വിഷമിക്കണ്ട. കാരണം നഹ്നു ഔലിയാവുക്കും, നമ്മൾ നിന്റെ കൂടെ തന്നെ ഉണ്ട്. മാത്രമല്ല അബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദു, നീ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? നീ പോകുന്നത് എങ്ങോട്ടാ? സാധാരണഗതിയിൽ ഗൾഫിലേക്ക് പോകുന്ന മകനെ നമ്മൾ യാത്രയാക്കുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവിനെ യാത്രയാക്കുമ്പോൾ, ഉപ്പാനെ യാത്രയാക്കുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ എല്ലാവരും ഒരു കരച്ചിൽ കരയാറുണ്ട്. വാപ്പയും പുറപ്പെടുന്ന മാപ്പിളയും കരഞ്ഞിട്ടാണ് പുറപ്പെടുക. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അയക്കുന്ന ആളുകളുടെയും പോകുന്ന ആളുകളുടെയും ഉള്ളിൽ ഒരു ചെറിയ സന്തോഷം ഉണ്ടാവും. എന്താ സന്തോഷം? സാരമില്ല, ഇപ്പോൾ ചെറുങ്ങനെ വാപ്പാനെ വിട്ടിരിക്കേണ്ടി വന്നാലും മാപ്പിളിനെ വിട്ടിരിക്കേണ്ടി വന്നാലും നമ്മൾ കുറച്ച് കാലം സഹിച്ച് ക്ഷമിച്ച് കഴിഞ്ഞുകൂടിയാൽ ഒന്ന് പോയി വരുമ്പോഴേക്ക് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം മാറുമല്ലോ, അല്ലേ? നല്ലൊരു ജോലി കിട്ടി, കുറച്ച് സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായി, നമ്മളെ കടങ്ങളെല്ലാം തീർന്ന് നല്ലൊരു വീടൊക്കെ പണിഞ്ഞ് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് മക്കൾക്ക് വിവാഹവും കല്യാണം കാര്യങ്ങളെല്ലാം എളുപ്പമായി. അങ്ങനെ ഒരു സന്തോഷം. അഥവാ ആ ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു നല്ല ഭാര്യ ഭർത്താവിനെ വിദേശത്തേക്ക് അയക്കൂല. ഒരു ഭർത്താവ് ഭാര്യയെ വിട്ട് വിദേശത്തേക്ക് പോകൂല. ഒരു മകനെ വിട്ടിട്ട് മകളെ വിട്ടിട്ട് വാപ്പാക്ക് ഒരിക്കലും പോകാൻ തോന്നൂല. ഗൾഫിൽ പോയ ആളുകൾക്കൊക്കെ മനസ്സിലാവും, ഗൾഫിൽ പോയവർക്കൊക്കെ മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ മരണാസന്നനായി കിടക്കുന്ന ഒരു മുസ്ലിം അവൻ്റെ ശരീരത്തിൽ നിന്നും റൂഹ് പുറത്തേക്ക് ഇറങ്ങാൻ മടിച്ചു നിൽക്കുമ്പോൾ മലക്കുകൾ വന്നിട്ട് പറയുക, ഇത് കണ്ടോ, ഇത്ര റിയാൽ ശമ്പളം, ഇത്ര മുന്തിയ അക്കോമഡേഷനാ, ലീവ് സാലറിയാ, ഒരു കൊല്ലം കഷ്ടപ്പെട്ട് നിന്നാൽ 1.5 മാസം ലീവ് കിട്ടും, സാലറി കൊടുക്കും. എന്നാൽ പിന്നെ ഞാൻ പോയി വരെ, ഇൻഷാ അല്ലാഹ് പോയി വരെ. പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ആഖിറത്തിൻ്റെ സന്തോഷത്തെ ഒരു ഫോട്ടോയുടെ രൂപത്തിൽ മലക്കുകൾ ഇങ്ങനെ കാണിച്ചിട്ട് അവനെ ഇങ്ങനെ വിളിക്കുമ്പോൾ അവൻ്റെ മൈൻഡ് മൊത്തം മാറി. നമ്മൾ അവൻ്റെ ചുറ്റും ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ ഉപ്പാ, എൻ്റെ ഉമ്മ, എൻ്റെ മോനെ എന്നൊക്കെ വിളിക്കുകയാണെങ്കിലും അയാൾ ഒരു പുഞ്ചിരി തൂകുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അയാൾ ആവേശത്തിൻ്റെ പേരിൽ എന്തോ ഒന്ന് കണ്ണ് തള്ളി കണ്ണു മേലോട്ടായിട്ട് നെറ്റിത്തടം വിയർക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എന്താ കാരണം? നമ്മൾ കാണുന്ന ലോകത്തല്ല ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. അള്ളാഹു നമുക്കൊക്കെ അങ്ങനത്തെ നല്ല ആഖിബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ആഖിബത്ത് നൽകി അള്ളാഹു നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുമാറാകട്ടെ. മലക്കുകൾ പറയും, നീ ബേജാറൊന്നും ആവണ്ട, ഇവരൊക്കെ കരഞ്ഞോട്ടെ. നമ്മുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറളുൽ വഫാത്ത് ഉണ്ടായി എന്ന് പറഞ്ഞാൽ വഫാത്തിനോടടുത്ത രോഗമുണ്ടായി. തങ്ങൾ രോഗശയ്യയിലാണ്, വേദന കൊണ്ട് വിഷമിക്കാണ്, കഷ്ടപ്പെടാണ്. അള്ളാഹുവിൻ്റെ റസൂല് വലിയ വേദന അനുഭവിച്ചു. അബൂദാവൂദ് റിവായത്ത് ചെയ്യുന്ന ഹദീസിലുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്തിനോട് അടുത്ത സമയമായപ്പോൾ വേദന സഹിക്കാൻ കഴിയാണ്ടായി. ഒരു വലിയ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് അരികിൽ വെക്കാൻ പറഞ്ഞു. ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. എന്നിട്ട് തങ്ങളുടെ കൈ അതിലിങ്ങനെ മുക്കിയിട്ട് മുഖത്തിങ്ങനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് തടകിക്കൊണ്ടേയിരുന്നു. വേദനയുടെ കടുപ്പം കൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വേദനയുടെ കടുപ്പം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഇന്നലിൽ മൗതി സക്കറാത്ത്. ഇടക്കിടയ്ക്ക് തങ്ങളും ശരിയാണ്, മരണത്തിനൊരു കഠിനമായ വേദനയുണ്ട്. ഇപ്പോൾ സഹാബാക്കൾക്ക് സ്വാഭാവികമായി സംശയം വരുമല്ലോ, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങും വേദനയ്ക്കാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ഡബിൾ വേദനയാണ്, 2 വേദനയാണെന്ന് റസൂലുള്ളാഹി അല്ലേ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കലും സുഖമായി സന്തോഷമായി ജീവിച്ചില്ല. പട്ടിണി, പ്രയാസം അല്ലേ, വേദനകൾ, കുടുംബ പ്രശ്നങ്ങൾ, മക്കളെ കൊണ്ട്, നാട്ടുകാരെ കൊണ്ട് അല്ലേ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം വഫാത്തിൻ്റെ വേളയിലും വേദനിക്കുകയാണ്, വിഷമിക്കുകയാണ്. ഞാൻ ആ വിഷയം പറയാൻ വേണ്ടി അല്ല വിചാരിക്കുന്നത്, ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം. ഇങ്ങനെ വേദന കൊണ്ട് പൊളയുന്നതിൻ്റെ ഇടയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവർ അരികിലേക്ക് വന്നു.
ബാക്കി എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞു. എന്നിട്ട് മകളും വാപ്പയും ഒറ്റയ്ക്ക് ആ മുറിയിലായി. എന്നിട്ട് മകളെ അരികിലേക്ക് വിളിച്ചിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു കാതിൽ ഉപ്പ രഹസ്യമായിട്ട് എന്തോ ഒന്ന് പറഞ്ഞു. മകള് പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. വാപ്പയാണ് മകളോടാണ് പറയുന്നത്, മരിക്കാൻ പോകുന്ന സമയത്താണ്. ഒന്ന് പറഞ്ഞു, പൊട്ടിക്കരഞ്ഞു. സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അവസ്ഥ അല്ലേ? ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ച എൻ്റെ പ്രിയപ്പെട്ട മകളെ ഞാൻ വിട്ടുപോവുകയാണ്, എന്നേക്കും വിട്ടുപോവുകയാണ്. വാപ്പ എന്നെ വിട്ടുപോവുകയാണ്. ആ സമയത്ത് കാതിൽ എന്തോ ഒന്ന് മന്ത്രിക്കുന്നു. മകള് പൊട്ടിക്കരയുന്നു. പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ വീണ്ടും ഇങ്ങനെ അരികിലേക്ക് അണച്ചു ചേർത്തു, നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റേ ചെവിയിൽ വേറെ എന്തോ ഒന്ന് പറഞ്ഞു. ഫാത്തിമ ബീവിയുടെ കരച്ചിൽ മാറി, പുഞ്ചിരി തൂകി. സന്തോഷത്തോടു കൂടി ആ മുഖത്ത് സന്തോഷം കളിയാടി. മകള് വാപ്പയിൽ നിന്നും ഈ കേട്ട രഹസ്യത്തെ കുറിച്ചിട്ട് അവരുടെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു അവറുകൾ ഇടക്കിടക്ക് ചോദിക്കുമായിരുന്നു, ഫാത്തിമ, എൻ്റെ ഉപ്പ നിന്റെ രണ്ട് ചെവിയിൽ 2 പ്രാവശ്യം സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാര്യം പറഞ്ഞില്ലേ? ദുഃഖത്തിൻ്റെ കാര്യം പറഞ്ഞത് എന്താണ്? നീ കരഞ്ഞത് എപ്പോഴാണ്? ഫാത്തിമ ബീവി പറഞ്ഞു, എൻ്റെ ഉപ്പ എന്നോട് ചെവിയിൽ മന്ത്രിച്ചു, മോളെ ഉപ്പക്ക് സമയമായി, ഉപ്പ പോവാണ്, ഞാൻ മരണപ്പെടുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ വാപ്പ എന്നെ വാ കറുബ അബത്താ. ഫാത്തിമ ബീവി കരഞ്ഞു. നാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാ. എൻ്റെ വാപ്പയുടെ വേദന, എൻ്റെ വാപ്പ പോവാണല്ലോ. അത് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു. അലി ചോദിച്ചു റളിയല്ലാഹു അൻഹു, ഫാത്തിമ പിന്നൊന്ന് പറഞ്ഞപ്പോൾ നീ ചിരിച്ചല്ലോ, അതെന്താണ്? ഫാത്തിമ ബീവി മൗനം ദീക്ഷിച്ചു, പറഞ്ഞില്ല. അവസാനം വഫാത്താകാൻ അടുത്തപ്പോൾ, ഏകദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് 6 മാസക്കാലം മാത്രമേ ഫാത്തിമ ബീവി ഭൂമിയിൽ ജീവിച്ചുള്ളൂ. 6 മാസക്കാലം. 6 മാസത്തിന് ശേഷം ഒരു ദിവസം ഇതുപോലെ ഉച്ചയ്ക്ക് ലോഹർ നിസ്കാരത്തിൻ്റെ സമയത്ത് പള്ളിയിലേക്ക് പോയ അലി റളിയല്ലാഹു അൻഹു അവറുകളെ ആളയച്ച് വിളിപ്പിച്ചു ഭാര്യ. അലി വീട്ടിലേക്ക് വന്നപ്പോൾ കൊച്ചു കുടിലാണെങ്കിലും ആ കുടിലിൻ്റെ നടുത്തളം വൃത്തിയാക്കിയിട്ട് ഒരു വെളുത്ത വസ്ത്രം വിരിച്ചിട്ട് ഫാത്തിമ എന്ന പ്രിയപ്പെട്ട ഭാര്യ ആ വസ്ത്രത്തിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അലിയനെ അരികിൽ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഞാനും നിങ്ങളും കുറച്ച് കാലമായില്ലേ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്നു. അലിയെ, എനിക്ക് അങ്ങയോട് ഒരു ഭാര്യ എന്ന നിലയിൽ എൻ്റെ എല്ലാ കടമകളെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ സമയത്ത് അങ്ങ് എനിക്ക് മാപ്പ് തരണം. മാപ്പ് ചോദിക്കാനാണ് ഞാൻ പെട്ടെന്ന് വിളിപ്പിച്ചത്. അലി റളിയല്ലാഹു അൻഹു അവറുകൾ ഫാത്തിമയുടെ കൈകറി പിടിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, നീ എന്നോട് മാപ്പ് ചോദിക്കാനോ? ഞാൻ നിന്നോടല്ലേ മാപ്പ് ചോദിക്കേണ്ടത്? നീ എൻ്റെ ഒപ്പരം ഒരു ഭാര്യയായ നിലയിൽ ജീവിച്ചു. നീ സാധാരണക്കാരിയല്ല. നീ അഷ്റഫുൽ ഖൽക്കായ താഹ റസൂലിൻ്റെ പ്രിയപ്പെട്ട പുത്രിയാണ്. നിനക്ക് വേണമെങ്കിൽ മക്കത്തും മദീനത്തുമുള്ള വലിയ വലിയ കൊലകമ്പന്മാരായ മാപ്പിളമാരെ കിട്ടുമായിരുന്നു. ഈ അലിയിനെ പോലത്തെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, ഒരു നേരം വയറു നിറച്ച് ഭക്ഷണം തരാൻ ആവതില്ലാത്ത, നിന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ സാധിക്കാത്ത ഈ സാധുവായ മാപ്പിളയാണ് നിന്നോടൊപ്പം ജീവിച്ചത്. ഞാൻ നിന്നോടല്ലേ മാപ്പ് ചോദിക്കേണ്ടത്? ഫാത്തിമ, നീ എനിക്ക് പുറത്തു തരണം, നീ എനിക്ക് മാപ്പ് തരണം. ഒരു ഭാര്യയും ഭർത്താവും ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ചിട്ട് അവസാനം വേർപിരിയാൻ പോകുമ്പം ആത്മാർത്ഥമായ നിലയിലുള്ള പരസ്പര സംസാരമാണ്. നമ്മൾ സ്ത്രീകളോടാണല്ലോ സംസാരിക്കുന്നത്, നമ്മളെല്ലാവരോടുമാണ് സംസാരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഇങ്ങനെ ഒഴുക്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ വെറുതെ പ്രസംഗിക്കുകയാണെന്നാരും വിചാരിക്കരുത്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള നല്ല ബന്ധം, ഊഷ്മള ബന്ധം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവറുകൾ അലി റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, കുറച്ച് കാലമായില്ലേ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു. എൻ്റെ ഒരു ചെവിയിൽ എൻ്റെ ഉപ്പ പറഞ്ഞപ്പോൾ ഞാൻ സങ്കടപ്പെട്ടു, കരഞ്ഞു. മറ്റേ ചെവിയിൽ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു. ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. അതിപ്പം പറയാം. ഞാൻ എൻ്റെ വാപ്പയുടെ വേർപാടിനെ കുറിച്ച് കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അരികിലേക്ക് അണച്ചു ചേർത്ത് മറ്റേ ചെവിയിൽ എൻ്റെ ഉപ്പ പറഞ്ഞെന്താണെന്നറിയോ? മോളെ, ബേജാറാവണ്ട, ഉപ്പ പോയാൽ ഉപ്പാൻ്റെ അടുത്തേക്ക് എൻ്റെ കുടുംബത്തിൽ നിന്നും ആദ്യം വരുന്നത് നീ ആയിരിക്കും എന്ന് പറഞ്ഞു. എൻ്റെ വാപ്പ ആദ്യം വരുന്നത് നീ ആയിരിക്കും. അത് കേട്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ? ഒരു വാപ്പ ഗൾഫിൽ പോവല്ല, മോളെ ഞാൻ പോവാണ്, വാപ്പ വിസിറ്റിംഗ് വിസയിലാണ് പോകുന്നത്. അവിടെ പോയപാട് ജോലി കിട്ടും, പുതിയ വിസ ഇഷ്യൂ ചെയ്യും.
വിസ ഇഷ്യൂ ചെയ്തൊരു ഇഖാമയൊക്കെ ആയാൽ ഞാൻ വിസ അയക്കും, മക്കളെ അങ്ങ് കൊണ്ടുപോകും. എൻ്റെ വാപ്പ ആദ്യമായി ഗൾഫിൽ പോയപ്പം ഞങ്ങളോട് പറഞ്ഞ വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കുറച്ച് ദിവസം ക്ഷമിച്ച് നിൽക്ക്, ഞാനൊരു നല്ല ജോലിയും വേലയൊക്കെ ആക്കിയാൽ പണം സമ്പാദിക്കാനല്ല ഞാൻ പോകുന്നത്, ഞാൻ നിങ്ങളെ കൂട്ടും. പ്രിയപ്പെട്ടവരെ, അത് പറയുമ്പം നമ്മുടെ മക്കൾ സന്തോഷിക്കൂലേ? മക്കളെ കുറച്ച് ദിവസം ഉപ്പാക്ക് ഇക്കാമൊക്കെ കിട്ടിയാൽ നിങ്ങൾക്കൊരു ഫാമിലി വിസ അഡ്ജസ്റ്റ് ആക്കി അയച്ചു തരാം, നിങ്ങളെ ഞാൻ അങ്ങോട്ടങ്ങ് കൂട്ടാം എന്ന് പറയുമ്പം മക്കൾ സന്തോഷിക്കുന്നതിനേക്കാളേറെ നമ്മുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരളിൻ്റെ കഷ്ണമെന്ന് ഇടക്കിടക്ക് പറഞ്ഞ് പോറ്റി വളർത്തിയ ഫാത്തിമയിൽ നിന്നും എന്നേക്കുമായി വേർപിരിയാൻ പോകും ഫാത്തിമാനോട് പറയുന്നത്, മോളെ ഉപ്പ പോവാ. എങ്ങോട്ടാ പോകുന്നത്? സ്വർഗത്തിലേക്കാ, അള്ളാഹുവിങ്കിലേക്കാ. മോളെ നീ കരയണ്ട. എന്താണെന്നറിയോ? ഏറ്റവും ആദ്യമായി എനിക്ക് ശേഷം എൻ്റെ കുടുംബത്തിൽ നിന്നും എന്നോടൊപ്പം വരുന്നത് നീയായിരിക്കും എന്ന് പറഞ്ഞു. ഫാത്തിമക്ക് ഭയങ്കര സന്തോഷമായി, റളിയല്ലാഹു അൻഹ, ഭയങ്കര സന്തോഷമായി. അലിയെ, ഇന്ന് ആ ദിവസമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ആ ദിവസമാണ്. എൻ്റെ വാപ്പയുടെ അരികിലേക്ക്, എൻ്റെ പടച്ചവൻ്റെ അരികിലേക്ക് ഞാൻ പുറപ്പെടാൻ പോവാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നിന്നും സന്തോഷത്തോടുകൂടി ഇങ്ങനെ മടങ്ങാൻ ഒരു മുസ്ലിമിന് സാധിക്കണം. അതിനാണ് അള്ളാഹു നമുക്ക് ദീൻ തന്നത്, അതിനാണ് നമുക്ക് അള്ളാഹു നോമ്പ് തന്നത്, അതിനാണ് അള്ളാഹു നമുക്ക് റമദാൻ തന്നത്. അല്ലാതെ വെറുതെ പട്ടിണി ഇരിക്കാനും കുറേ ദിക്റും ദുആയും ഒക്കെ പറഞ്ഞ് ചരിത്രം സൃഷ്ടിക്കാനും അല്ല. ഈ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി മടങ്ങുമ്പോൾ ഫാത്തിമ ബീവി പോയതുപോലെ നമുക്ക് പോകാൻ പറ്റണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയതുപോലെ നമുക്ക് പോകാൻ പറ്റണം. അബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, അബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവറുകൾ എപ്രകാരമാണോ സന്തോഷത്തോടുകൂടി ഈ ഭൂമിയിൽ നിന്നും യാത്രയായത്, അതുപോലെ നമുക്ക് യാത്രയാകാൻ കഴിയണം. അതിനെന്ത് വേണം? അതിന് ഈ അവസാന നിമിഷം വരെയും ഞാൻ എൻ്റെ ജീവിതത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പെണ്ണുങ്ങൾക്ക് വേണ്ടി പറഞ്ഞപ്പോഴും പറഞ്ഞു, ഫാത്തിമ റളിയല്ലാഹു അൻഹ അവറുകൾ ഈ വസിയ്യത്തിൽ തൻ്റെ പ്രിയപ്പെട്ട അലിയിനോട് ചില രഹസ്യങ്ങൾ പറഞ്ഞു. അതിലൊരു രഹസ്യം എന്താണെന്ന് വെച്ചാൽ, അലിയെ എൻ്റെ മരണത്തിന് ശേഷം നിങ്ങൾ ഒരു നല്ല വിവാഹം കഴിക്കണം. എൻ്റെ മരണത്തിന് ശേഷം നിങ്ങളൊരു നല്ല വിവാഹം കഴിക്കണം, നിങ്ങൾ സുഖമായി ജീവിക്കണം. എനിക്കതിൽ സന്തോഷമാണ്. പക്ഷേ നിങ്ങളൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുമ്പോൾ എൻ്റെ ഈ പറക്കമുറ്റാത്ത 2 കിടാങ്ങളില്ലേ, ഹസൻ ഹുസൈൻ, അവരെ നിങ്ങൾ മറക്കരുത്. അവരെ മറക്കരുത് എന്ന് പറഞ്ഞാൽ ഫാത്തിമ ബീവി പറഞ്ഞത് അവർക്ക് കൃത്യമായി ചെലവിന് കൊടുക്കണം, അവരെ നല്ല സ്കൂളിൽ അയച്ച് പഠിപ്പിക്കണം, അവരെ ഇടയ്ക്കിടയ്ക്ക് ടൂർ കൊണ്ടുപോകണം. നിങ്ങൾ ടൂർ പോകുമ്പോൾ അവരെ ഇട്ടിട്ട് പോകരുത് എന്നൊന്നുമല്ല. എൻ്റെ ഈ 2 കിടാങ്ങളെ നിങ്ങൾ തർബിയത്ത് ചെയ്യണം. എൻ്റെ ഈ 2 കിടാങ്ങളെ നിങ്ങൾ നല്ല മക്കളാക്കി പോറ്റി വളർത്തണം. ഒരു ഭാര്യ ഭർത്താവിനോട് അവസാനമായി കൊടുക്കുന്ന വസിയത്താണ്. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ ജീവിതത്തിൽ നിന്നും സന്തോഷത്തോടുകൂടി കർമ്മനിരതമായ നാളുകൾക്ക് വിട നൽകിക്കൊണ്ട് സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയാകാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ജീവിതം അടിമുടി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാകണം. എങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ മരിക്കുക. എങ്ങനെയാണോ നമ്മൾ മരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, തമൂതൂന കമാ തഹ്യൂൻ, നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ മരിക്കുക. നിങ്ങൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. നമ്മൾ നല്ല ഭർത്താവായി ജീവിച്ചാൽ, നമ്മൾ നല്ല ഭാര്യയായി ജീവിച്ചാൽ, നമ്മൾ നല്ല മകനായി ജീവിച്ചാൽ, നല്ല വാപ്പയായി ജീവിച്ചാൽ, നല്ല മകളായി ജീവിച്ചാൽ, നമുക്ക് ആ നിലയിൽ നല്ല മകളായി, നല്ല മകനായി, നല്ല വാപ്പയായി, നല്ല ഭർത്താവായി, നല്ല ഭാര്യയായി മരിക്കാൻ കഴിയും. അങ്ങനെ മരിച്ചാലോ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ അതേ സന്തോഷത്തോടുകൂടി നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനും കഴിയും. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ പവിത്രമായ നാളുകൾ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. വെറുതെ ദിക്ർ ദുആക്കളും ഇബാദത്തുകളും മാത്രമായി നമ്മുടെ സമയം തീർക്കാനുള്ളതല്ല. നമുക്കൊരു നല്ല മനുഷ്യനാകണം, ഒരു നല്ല മുസ്ലിം ആകണം, ഒരു നല്ല മുഅ്മിനാകണം. ആ രംഗത്ത് നമുക്ക് എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അള്ളാഹുവിനോട് നമ്മൾ പശ്ചാത്തപിക്കണം, പാപമോചനം തേടണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, നമ്മൾ തിരിച്ചു നടക്കണം. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയാക്കപ്പെടുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുകയും തങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് കിട്ടുകയും ചെയ്യുന്നതിന് മുമ്പ് ഈ സഹാബാക്കളുടെ അവസ്ഥ എന്തായിരുന്നു?
ഇന്ന് നമ്മൾ സഹാബാക്കൾ എന്ന് പറയുന്നില്ലേ? ഇന്നലെ മറിഞ്ഞാൽ നോക്കാൻ നമ്മൾ ചരിത്രം കേട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ കുറിച്ച്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരെ കുറിച്ച്, അതുപോലെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ. അങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളുമായി അള്ളാഹിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സഹാബാക്കളിൽ ഓരോരുത്തരെയും നമ്മളെടുത്ത് പരിശോധിച്ചാലും അവർ മുസ്ലിം ആകുന്നതിന് മുമ്പ്, ഇസ്ലാം അറിയുന്നതിന് മുമ്പ്, ദീൻ കിട്ടുന്നതിന് മുമ്പ് അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? വളരെ മോശമായിരുന്നു. എന്ന് പറഞ്ഞാൽ മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ, മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ. എന്താണ് കിതാബ്, എന്താണ് ഈമാന്, എന്താണ് ദീന്, അല്ലേ? ഇതൊന്നും അറിയാത്തവരായി ഇരുട്ടിൽ തപ്പുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ കൊടുത്തു, ഖുർആൻ കൊടുത്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവതരിപ്പിച്ചു കൊടുത്തു. ആ തങ്ങളിൽ വിശ്വസിക്കുകയും തങ്ങളുടെ സുന്നത്തുകളെ പിൻപറ്റുകയും ചെയ്തപ്പോൾ സഹാബാക്കള് മഹാന്മാരായി മാറി. സഹാബാക്കള് മഹാന്മാരായി മാറി. ഖദീജ റളിയല്ലാഹു അൻഹ അവറുകളാണ് ആദ്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ചത്. ആരായിരുന്നു? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ഖദീജ ബീവി. സഹാബാക്കളിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആദ്യത്തെ സഹാബിയത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവറുകൾ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആദ്യത്തെ മുസ്ലിമാണ്. കുട്ടികളുടെ കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹു ആദ്യത്തെ മുസ്ലിമാണ്. പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ അവറുകൾ ആദ്യത്തെ മുസ്ലിമാണ്. എന്തിനാ നമ്മൾ ഈ ചരിത്രത്തിലേക്ക് ഇങ്ങനെ ശ്രദ്ധ തിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടത് അവരുടെ ജീവിതത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥകളിൽ നിന്നും പശ്ചാത്തപിച്ചു, മടങ്ങി, മുസ്ലിമായി, അള്ളാഹുവിനെ അറിഞ്ഞു, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിഞ്ഞു, അള്ളാഹുവിനെ അടിമപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരുകയും ചെയ്തപ്പോൾ അവർക്ക് അള്ളാഹു ദുനിയാവിലും നിഅമത്ത് കൊടുത്തു, ആഖിറത്തിലും നിഅമത്ത് കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബീവിയും തമ്മിൽ എത്ര വർഷം ഭാര്യാഭർത്തൃബന്ധത്തിൽ കഴിഞ്ഞുകൂടി, ഭാര്യാഭർത്താക്കന്മാരായി കഴിഞ്ഞുകൂടുമ്പോൾ ഒരാൾ ഭാര്യയും ഒരാൾ ഭർത്താവുമാണ്. മറുഭാഗത്ത് ഒരാൾ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച തങ്ങളുടെ ശിഷ്യത്തെയാണ്. എന്തിനാ ഞാനിങ്ങനെ പറയുന്നത്? നമ്മൾ ഒരു ഭാഗത്ത് മുസ്ലിമാണ്, മുസ്ലിയാരാണ്, ഉസ്താദാണ്, തങ്ങളാണ്, കച്ചവടക്കാരനാണ്, ഒക്കെ ശരിയാണ്. മറുഭാഗത്ത് നമ്മൾ വാപ്പയാണ്, ഭർത്താവാണ്, നമ്മൾ മകനാണ്, നമ്മൾ സഹോദരനാണ്. ഈ ബന്ധങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തെ എങ്ങനെ ക്രമീകരിക്കണമെന്ന് നമ്മൾ പഠിക്കണം, എങ്ങനെ ക്രമീകരിക്കണമെന്ന് നമ്മൾ ശീലിക്കണം. ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ നമുക്ക് ഒരുപാട് കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും പുറത്തു തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഈമാനിൻ്റെ വിഷയത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ പോരായ്മകളുണ്ട്, അമലുകളുടെ വിഷയത്തിൽ പോരായ്മകളുണ്ട്, അഖ്ലാഖിൻ്റെ വിഷയത്തിൽ നമുക്ക് പോരായ്മയുണ്ട്, പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പോരായ്മകളുണ്ട്. ഇതൊക്കെ നമുക്ക് നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലാഹു തആല നോമ്പ് തന്നത്, റമദാൻ തന്നത്. ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്രയും ദിവസമായി 25 ദിവസമായി, 25 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് മാറ്റം വന്നു നമ്മൾ ആലോചിക്കുക. എന്ത് മാറ്റം നമുക്ക് ഉണ്ടായത്? 25 ദിവസം കൊണ്ട് നമുക്ക് എന്ത് മാറ്റം ഉണ്ടായത്? അല്ലാഹു തആല റമദാനിലെ മഖ്ബൂലികളായ സുഅദാക്കളിൽ നമ്മളൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്റിന്റെ ഭാഗ്യവും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല റമദാൻ അനുകൂല സാക്ഷിയാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ പ്രതികൂല സാക്ഷിയായി പോകാതെ അള്ളാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ദുആകളൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇന്നു മുതൽക്ക് അങ്ങോട്ടുള്ള നമ്മളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകണം, വലിയ മാറ്റം ഉണ്ടാകണം. എങ്ങനെയാ മാറ്റം? ഞാൻ പറഞ്ഞ ഈമാനിൽ, ഇബാദത്തിൽ, പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ, സംസാരത്തിൽ, കുടുംബജീവിതത്തിൽ, എല്ലാ കാര്യത്തിലും മാറ്റം ഉണ്ടാകണം. എല്ലാ കാര്യത്തിലും മാറ്റം ഉണ്ടാകണം. എങ്ങാനും നമുക്ക് അവിടങ്ങളിലൊക്കെ എന്തെങ്കിലും കുറവ് വന്നെങ്കിൽ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നമ്മൾ പശ്ചാത്തപിക്കണം. ഞാനിപ്പോൾ ഇന്നലെ രാത്രി ഇങ്ങനെ ദുആ ചെയ്യും, അല്ലാഹുമ്മ ആതിഖ് റിഖാബനാ മിനന്നാർ, അല്ലാഹുമ്മ ആതിഖ് റിഖാബനാ മിനന്നാർ. അല്ലാഹുവേ, ഞങ്ങളുടെ പെരടികളെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണേ എന്നാണ്. അല്ലാഹുമ്മ ആതിഖ് റിഖാബനാ മിനന്നാർ, അല്ലാഹുമ്മ ആതിഖ് റിഖാബനാ വ റിഖാബ ആബാഇനാ വ ഉമ്മഹാതിനാ വ ഇഖ്വാനിനാ. നമ്മൾ നമ്മുടെ പെരടി അള്ളാഹുവിനോട് മോചിപ്പിക്കാൻ ആവശ്യപ്പെടുമ്പം നമ്മുടെ മാത്രം പെരടി പോരാല്ലോ,
ഞങ്ങളുടെ വാപ്പമാരുടെ, ഉമ്മമാരുടെ, മക്കളുടെ, സഹോദരങ്ങളുടെ, കൂട്ടുകുടുംബാദികളുടെ ഒക്കെ പെരടിയെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ നമ്മൾ മോചിപ്പിക്കണേന്ന് ദ്വാ ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നലെയാണ് ശരിക്കും ശ്രദ്ധിച്ചത്. എപ്പോഴേ നമ്മൾ ദ്വാരക്കുന്നുണ്ട്, റിഖാബ ആബാഇനാ വ ഉമ്മഹാത്തിനാ വ ഇഖ്വാനിനാ മിനദ്ദൈനി വൽ മളാലിമി വന്നാർ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നലെയാണ് ശരിക്കും ശ്രദ്ധിക്കുന്നത്. ഇന്നലെ ഞാൻ ജുമാ ദിവസം മിനദ്ദൈനി വൽ മളാലിമി വന്നാർ എന്ന് പറഞ്ഞു. പടച്ചവനെ, ഞങ്ങൾക്ക് നരകത്തിൽ നിന്ന് മോചനം കിട്ടണം എന്ന് മാത്രമല്ല നമ്മൾ പറയുന്നത്. നരകത്തിൽ നിന്ന് മോചനം കിട്ടണം, കടങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം കിട്ടണം, അക്രമങ്ങൾ, അനീതികളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം, എല്ലാ മാനസിക, ശാരീരിക, കുടുംബപരമായ, സാമൂഹികമായ, രാഷ്ട്രീയമായ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുന്നു. തിരിയുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ പരിശുദ്ധ നോമ്പും നമ്മൾ നിർവഹിക്കുന്ന പരിശുദ്ധ ദീനും ഒന്നും വെറും സ്വർഗവും നരകവും മാത്രം ബേസ് ചെയ്തിട്ടുള്ളതല്ല. പിന്നെയോ, റമദാൻ കഴിയുന്നതോടെ നമ്മുടെ കടങ്ങളെല്ലാം തീരണം. എന്താ ഒരു ആകാംക്ഷയോടുള്ള നോട്ടം. റമദാൻ കഴിയുന്നതോടുകൂടി നമ്മുടെ കടങ്ങളെല്ലാം തീരണം. റമദാൻ കഴിയുന്നതോടുകൂടി നമ്മുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം തീരണം. റമദാൻ കഴിയുന്നതോടുകൂടി, റമദാൻ കഴിയാൻ ഇനി 5 ദിവസമേ ഉള്ളൂ, 5 ദിവസം കാത്തുക്കൊന്നും വേണ്ട, ഇന്ന് തന്നെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരണം, നമ്മുടെ വിഷമങ്ങളെല്ലാം തീരണം, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീരണം. പ്രിയപ്പെട്ടവരെ, ഈ വിഷമങ്ങളും വേദനകളും തന്നവൻ അള്ളാഹുവാണ്. ഈ വേദനകളും വിഷമങ്ങളും ഒക്കെ തന്നവൻ അള്ളാഹുവാണ്. അത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി, പരിശോധിക്കാൻ വേണ്ടി തന്നതാണ്. അല്ലാതെ നമ്മളോട് ദേഷ്യമുള്ളതുകൊണ്ടും കോപമുള്ളതുകൊണ്ടും ഒന്നും തന്നൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ പടച്ചവനെ, ഇതങ്ങ് നീ തിരിച്ചെടുക്കണേ റബ്ബേ എന്നും. റബ്ബേ, നീ അങ്ങ് തിരിച്ചെടുക്കണേ. ഞങ്ങളുടെ തലയിൽ നിന്നും നരകം നീ ഒഴിവാക്കി തരുന്നത് പോലെ ഞങ്ങളുടെ തലയിൽ നിന്നും കടബാധ്യതകളെ നീ ഒഴിവാക്കി തരണേ, കഷ്ടപ്പാടുകളെ ഒഴിവാക്കി തരണേ. ഞങ്ങളുടെ ശിരസിൽ നിന്നും, തലയിൽ നിന്നും, പിരടിയിൽ നിന്നും ജീവിത പ്രയാസങ്ങളെ നീ ഒഴിവാക്കി തരണേ. ആരോടാ ചോദിക്കേണ്ടത്? അള്ളാഹുവിനോട് ചോദിക്കണം. അത് ചോദിച്ചു വാങ്ങണം. അത് ചോദിച്ചു വാങ്ങാനുള്ള ഒരറിവും കഴിവും ബന്ധവും നമുക്ക് ഈ റമദാനിന്റെ അവസാനത്തെ നാളുകളിലൂടെ ലഭിക്കണം. നമ്മൾ വേറെ എവിടെ പോയി ചോദിച്ചാലും കിട്ടാത്തത്. ഇപ്പം രോഗം വന്നാൽ നമ്മൾ എവിടെയാ പോവുക? രോഗം വന്നാൽ നമ്മൾ ആശുപത്രികളിലാണ് പോവുക. കടങ്ങൾ വന്നാൽ എവിടെയാ പോവുക? ബാങ്കുകളിലാണ് പോവുക, പലിശക്കാരൻ്റെ അടുത്താണ് പോവുക. ഞാൻ മറുപടി പറയാത്തത് സമയമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കണം. ഇത് നമ്മളുടെ ഒരു തെറ്റായ കൺസെപ്റ്റാണ്, തെറ്റായ ജീവിത രീതിയാണ്, നമ്മളിൽ വന്നുപോയ അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള ഒരു ശിക്ഷയാണ്. രോഗം വന്നാൽ നമ്മൾ ആശുപത്രിയിൽ പോകുന്നു, കടങ്ങൾ വന്നാൽ അഥവാ കടം വേണമെന്ന് തോന്നിയാൽ നമ്മൾ ബാങ്കുകളെ സമീപിക്കുന്നു, പലിശക്കാരനെ സമീപിക്കുന്നു. ഇതുപോലെ നമുക്ക് മനസ്സിനൊരു സമാധാനം, സന്തോഷം വേണമെന്ന് തോന്നുമ്പോൾ ഹറാമായ മാർഗത്തിൽ പോകുന്നു, അല്ലേ? നമുക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അള്ളാഹു അനുവദിക്കാത്ത മാർഗങ്ങളിലേക്ക് പോകുന്നു. പടച്ചവനെ, ഈ റമദാനോടുകൂടി ഞങ്ങളുടെ പെരടിയിൽ നിന്നും നരകത്തെ നീ മോചിപ്പിക്കുന്നത് പോലെ ഇങ്ങനത്തെ വൃത്തികെട്ട വഴികളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പറയാ. രക്ഷപ്പെടുത്തണം. അപ്പോൾ ചോദിക്കാണ്, അപ്പോൾ നമുക്കൊരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു പെണ്ണിനെ കെട്ടിക്കാനോ അല്ലെങ്കിൽ പുരയെടുക്കാൻ വേണ്ടി പണയം വെച്ച വീട് ജപ്തിയായപ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടാനോ ലേശം പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങ് തരുമോ? എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾ തരുമോ? നിങ്ങളുടെ പള്ളിയിൽ നിന്ന് തരുമോ? പ്രിയപ്പെട്ടവരെ, ആ ചോദ്യം ചോദിച്ചതാണ് നമ്മുടെ ഈമാന്റെ ബലഹീനത എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനൊരു സംഗതി, അങ്ങനൊരു വിശ്വാസം, അങ്ങനൊരു ജീവിത രീതി നമ്മുടെ സമുദായത്തെ പഠിപ്പിച്ചില്ല. പണ്ട് കാലങ്ങളിൽ നമ്മൾ മൊയ്തീൻ ഷേഖ് റഹിമഹുല്ലാ അവറുകളെ കുറിച്ചിട്ട് വലിയ മഹത്വം പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വാപ്പയും ഉമ്മയും മകൻ എന്ന നിലയിൽ ചെറിയ പ്രായം മുതൽക്കേ വളർത്തിയപ്പോൾ ഉമ്മാൻ്റെ അടുക്കൽ വന്നിട്ട് ഉമ്മ വിശക്കുന്നു, എന്തെങ്കിലും വേണം എന്ന് പറയാം. നമ്മളെന്താ പറയുക? ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നൊന്ന് നോക്കി തീരട്ടെ, അതുവരെ ഒന്ന് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഫ്രിഡ്ജ് തുറന്നു നോക്ക്, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകും എടുത്ത് കഴിക്ക്. അതുമല്ലെങ്കിൽ അവിടെ മാഗീൻ്റെ പാക്കറ്റ് ഉണ്ടാവും, പൊട്ടിച്ചിട്ടിട്ട് ലേശം തീ കത്തിച്ചിട്ട് വേണമെങ്കിൽ വാരി വിടുങ്ങണ പോ എന്നാ പറയുക. ഇനി നല്ല ഉമ്മയാണെങ്കിലോ വേഗം ഫോണൊക്കെ അവിടെ വെച്ചിട്ട് ഓടി വന്ന് ആ മകന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് സ്നേഹത്തോടെ വായി വെച്ചു കൊടുക്കുക. പക്ഷേ മുഹീദ്ദീൻ ഷേഖ് റഹിമഹുല്ലാഹി മാറിയത് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അദ്ദേഹത്തെ പോറ്റി വളർത്തിയ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അരികിൽ വന്നിട്ട് ചെറിയ പ്രായത്തിൽ ഉമ്മ വിശക്കുന്നു, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വാപ്പയും ഉമ്മയും തമ്മിൽ പണ്ടേ പറഞ്ഞു വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മോനോട് പറയും, മോനെ വിശന്നാൽ നീ ആരോടാ ചോദിക്കേണ്ടത്? ആരാ നിനക്ക് വിശപ്പ് തരുന്നത്? നമ്മൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ? ആരാണ് നിനക്ക് കണ്ണ് തന്നത്? അള്ളാഹു. ആരാ നിനക്ക് കാല് തന്നത്? അള്ളാഹു. ആരാണ് നിനക്ക് കാത് തന്നത്? അള്ളാഹു. ആരാണ് നിനക്ക് ഇതെല്ലാം തന്നത്? അള്ളാഹു. ആരാണ് നിനക്ക് വിശക്കുമ്പോൾ ഭക്ഷണം തരേണ്ടത്? അള്ളാഹു. എന്നാ പിന്നെ ഒരു മുസല്ലവിരിക്ക് 2 റക്അത്ത് നിസ്കരിക്ക്, ആ അള്ളാഹിനോട് ചോദിക്ക്. ആഹാരം തരുന്നത് ഉമ്മയല്ല, ആഹാരം തരുന്നത് ഉപ്പയല്ല.
ഉപ്പക്ക് ആഹാരവും ഒന്നും തരാൻ കഴിയില്ല. ഇത് പറയാനിപ്പം ഉസ്താദായി എനിക്ക് പോലും ധൈര്യക്കുറവ് പോലെ. നമുക്ക് നമ്മുടെ മക്കളോട് പറയാൻ കഴിയുമോ? എടാ വിശക്കുന്നുണ്ടോ, എന്താ വേണ്ടേ, 2 റക്അത്ത് നിസ്കരിക്കുക, അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ഇന്ന് പുകഴ്ത്തി പറയുന്ന മഹാത്മാക്കളുടെ ഉമ്മമാരും വാപ്പമാരും അവരെ പോറ്റി വളർത്തിയപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ശീലം കൊടുത്തു. പോടാ, പോയി മുസല്ല ഒരുക്ക്, നിസ്കരിക്ക്, ആരാണോ നിന്റെ റാസിഖായ റബ്ബ് അവനോട് ഭക്ഷണത്തിന് ചോദിക്കുക, അവൻ തരും. പ്രിയപ്പെട്ടവരെ, ആ കൊച്ചു കുഞ്ഞ് അന്ന് മുതൽക്ക് അങ്ങനെയാണ് ഭക്ഷണം വാങ്ങിയത്, അങ്ങനെയാ ഭക്ഷണം വാങ്ങി. ഞാൻ ചരിത്രം പറഞ്ഞാൽ സമയം തീർന്നു, ഇനി ചരിത്രം പറയൂല, ചരിത്രം കുറച്ചുകൂടെ ബാക്കി ഇക്കട്ടെ, എന്നാൽ നിങ്ങൾക്ക് ഇനി കേൾക്കണമെന്നൊരു ആകാംക്ഷ ഉണ്ടാവും. എല്ലാം അങ്ങ് പറഞ്ഞു തീർന്നാൽ ഇപ്പം ഞാൻ 2 കാര്യം പറഞ്ഞ് മൂന്നാമത്തെ 1 വിട്ടപ്പോൾ കുറേ ആളുകൾ വന്നിട്ട് ഏതാ മൂന്നാമത്തേത് എന്ന് ചോദിച്ചു. അതുപോലെ കുറച്ചുകൂടെ നിൽക്കട്ടെ. പെട്ടെന്ന് നമ്മുടെ മക്കള് ആശിക്കുന്നതെല്ലാം അങ്ങ് കൊടുത്താൽ അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയില്ല. ഇന്ന് എനിക്ക് നിങ്ങൾക്ക് വന്നുപോയ വലിയ അബദ്ധം അതാണ്. നമുക്ക് രോഗം വന്നാൽ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആരോടാണെന്ന് അറിയില്ല. കടങ്ങൾ വന്നാൽ ആരെയാണ് സമീപിക്കേണ്ടതെന്ന് അറിയില്ല. ആരെയാ സമീപിക്കേണ്ടത്? അള്ളാഹുവിനെ സമീപിക്കും. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ റിയാദിലാണല്ലോ അധികം താമസിക്കുന്നത്. റിയാദിലെ ഒരു പ്രമുഖമായ പള്ളിയിൽ ഒരു ഖത്തീബുണ്ട്. ആ ഖത്തീബ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നിരന്തരമായി ഇങ്ങനെ പറയും. ഞാൻ പറയുന്നത് പോലെ അദ്ദേഹം ഖുർആനും ഹദീസും പറയുന്നതിനോടൊപ്പം അനുഭവങ്ങൾ പറയും. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ ജുമാ നമസ്കാരത്തിന് ഖുത്ബ നിർവഹിച്ചു. ജുമാ നമസ്കാരത്തിന് ഖുത്ബ നിർവഹിച്ച് നിസ്കാരം കഴിഞ്ഞ് സുന്നത്തൊക്കെ നിസ്കരിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ഒരു പെണ്ണ് എന്നെ കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ജുമാക്ക് ശേഷം പുറത്തൊരു സ്ത്രീ എന്നെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അവൾ എന്നോട് സലാം പറഞ്ഞു. ഞാൻ നിങ്ങളെ ഒന്ന് പേഴ്സണലായിട്ട് കാണാൻ കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. എന്താ കാണേണ്ട അത്യാവശ്യം എന്ന് ചോദിച്ചപ്പം അവൾ അവിടെ ചരിത്രം പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട് നിന്നെക്കുറിച്ച് നാട്ടുകാരൊക്കെ ഇങ്ങനെ പരാതി പറയുന്നുണ്ട്. കുറേ നാളുകളായി ഇവള് ജുമാൻ്റെ സമയത്ത് മാത്രം പള്ളി വരും. എന്നിട്ടോ നാട്ടുകാരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ എരന്ന് വാങ്ങാനുള്ള ശ്രമത്തിൽ ജുമാ ദിവസം എല്ലാവരെയും സമീപിക്കും, പൈസക്ക് വയ്ക്കും. ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, കുറേ നാളായി ഇവിടെ ഈ കളി തുടങ്ങിയിട്ട്, എത്ര നാളായി വരിക, ജുമാൻ്റെ ദിവസം ഇവിടെ നിൽക്കുക, പൈസ ഇങ്ങനെ ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങുക, റിയാലുകൾ കൂട്ടിക്കെട്ട് കൊണ്ടുപോവാ. ഇപ്പം ആളുകളൊക്കെ ഇവളെ അവഗണിക്കാൻ തുടങ്ങി. ആളുകൾ മുഖത്ത് നോക്കി പറയും, നിൻ്റെ നമ്മൾ പറയുമല്ലോ, നിൻ്റെ ഒരു സ്ഥിരം പണിയായത്, നിൻ്റെ ഒരു സ്ഥിരം പണിയാ. വീട്ടിൽ എത്തിയുമായ 4 മക്കളുണ്ട്, ഞങ്ങൾക്ക് വീടിന് വാടക കൊടുക്കാൻ നിവൃത്തിയില്ല, ഞങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയി, വിഷമാണ് എന്നിങ്ങനെ പറഞ്ഞ് എല്ലാ വെള്ളിയാഴ്ചയും പൈസ പിരിച്ച് ഇതൊരു സ്ഥിരം താളമായിപ്പോയി. ആളുകൾ ഇവളെ കളിയാക്കി, ആളുകൾ ഇവളോട് ദേഷ്യം പിടിച്ചു. അങ്ങനെ ജനങ്ങൾ ഇനി ഓക്കൊന്നും കൊടുക്കരുതെന്ന് തീരുമാനിച്ചു. 1, 2, 3 ആഴ്ചയായി ഞാനിവിടെ കൈനീട്ടി നിൽക്കുന്നു, പക്ഷെ ഒരു റിയാല് പോലും ആരും എനിക്ക് തന്നില്ല. ഞാൻ ഉസ്താദ് നിങ്ങളെ കണ്ടിട്ടൊന്ന് പ്രത്യേകം പറയാൻ ആഗ്രഹിച്ചു വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെണ്ണിനോട് അവസ്ഥകളൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അള്ളാഹുൽ സത്യമായി എൻ്റെ ഭർത്താവൻ എനിക്ക് നഷ്ടപ്പെട്ടു, ഞാൻ വിധവയാണ്, 4 കുട്ടികളുണ്ട്, താമസിക്കാൻ വീടില്ല, ഞാൻ എൻ്റെ മക്കൾക്ക് അന്നം നൽകാൻ നിവൃത്തിയില്ലാതെ മുഴുപ്പട്ടിണി കൊണ്ട് കഷ്ടപ്പെടുകയാണ്. നാട്ടുകാർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ പറയുന്നത് സത്യമാണ്. ഞാൻ ഇവിടെ വന്ന് എരന്ന് വാങ്ങുന്ന പൈസ കൊണ്ടാണ് എൻ്റെ മക്കൾക്ക് ഞാൻ ചിലവിന് കൊടുക്കുന്നത്. അതിപ്പം നിന്നുപോയി, ആളുകൾ എനിക്കൊന്നും തരുന്നില്ല. ഈ ഉസ്താദ് പറയാ. ഞാൻ അവളുടെ വർത്താനമൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കാര്യം ശരി തന്നെയാണ് പറഞ്ഞു. ഞാൻ അവളോട് സമാധാനിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യാം, നിൻ്റെ ദാരിദ്ര്യമൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ, നിൻ്റെ പ്രയാസങ്ങൾക്കൊക്കെ അള്ളാഹു പരിഹാരം തരട്ടെ. പ്രിയപ്പെട്ടവളെ, ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് നാട്ടുകാരുടെ മുമ്പിൽ നീ കൈനീട്ടിയിട്ട് യാചിച്ചതിൻ്റെ ഇടയിൽ നിൻ്റെ റബ്ബിനോട് നീ ആത്മാർത്ഥമായിട്ട് ഈ കാര്യം ചോദിച്ചോ? നിൻ്റെ റബ്ബിനോട് നീ സഹായം തേടിയോ? നിൻ്റെ റബ്ബിനോട് നിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് നീ പറഞ്ഞോ? നീ നിൻ്റെ റബ്ബിനോട് പറഞ്ഞിരുന്നെങ്കിൽ അത് കേൾക്കുമ്പം അവർക്കും നമുക്കും ഒക്കെ പെട്ടെന്ന് വെറുപ്പാണ് തോന്നുക. നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നത് എന്തെങ്കിലും ചില്ലറ കിട്ടാൻ വേണ്ടി, അല്ലാതെ നിങ്ങളുടെ വയതു മൂർതി നസിയത്തൊന്നും കേൾക്കാൻ വേണ്ടിയല്ല. ആ ഉസ്താദ് പറയാണ്, ഞാൻ അവളോട് പറഞ്ഞു, പെങ്ങളെ, നിനക്ക് എന്നോട് വെറുപ്പ് തോന്നിയാൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളുടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെക്കുറിച്ചിട്ട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും നിരന്തരമായി അത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്താൽ അല്ലാഹു തആല അവൻ്റെ വിഷമങ്ങളെ മാറ്റും, ദാരിദ്ര്യത്തെ മാറ്റും, പ്രയാസങ്ങളെ തീർക്കും, അള്ളാഹു സഹായിക്കും. ഇത് അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ പരീക്ഷിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് സഹോദരി, നീ അങ്ങനെ ഒരു പരീക്ഷണം നടത്തും.
ഇത്രയും 3 ആഴ്ചയായില്ലേ നാട്ടുകാരോട് കൈ നീട്ടിയിട്ട് നിനക്കൊരു റിയാല് കിട്ടിയില്ലെന്ന് പറയുന്നു. ഇന്ന് മുതൽക്ക് നീ നിന്റെ റബ്ബിൻ്റെ മുമ്പിൽ ആ കൈ ഒന്ന് നീട്ട്, ഇസ്തിഗ്ഫാർ പറയാൻ ശ്രമിക്ക്, നീ വീട്ടിലേക്ക് പോ, ഇനി ആരോടും നിന്റെ വിഷമങ്ങൾ നീ പറയരുത് എന്ന് ഞാൻ അവളെ ഉപദേശിച്ചു. സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനെയല്ലേ ഉപദേശിക്കേണ്ടത്. ഇന്ന് നമുക്ക് കിട്ടാത്തൊരു ഉപദേശം അതാണ്. നമുക്ക് കിട്ടാത്തൊരു ഉപദേശം എന്ന് പറയുമ്പം ചിലപ്പോൾ നമ്മൾ ഈ ഉപദേശം കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഏതെങ്കിലും ഒരുത്തൻ പാവപ്പെട്ടവൻ്റെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ടൊരു സഹായം തേടുമ്പം നമ്മളിങ്ങനെ ഓനോട് വേദം ഓതി കൊടുക്കും. എന്തിനു വേണ്ടി? ഞാനൊരു 500 റുപ്യ കൊടുക്കുന്നതിൻ്റെ മടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഹദീസും ആയത്തും പറഞ്ഞു കൊടുക്കുക. അത് പറ്റൂല. അതുപോലെ ഞാൻ എന്തെങ്കിലും ഇങ്ങനത്തെ നല്ല കാര്യം പറയുമ്പം അവൻ ഇങ്ങോട്ട് തിരിച്ചു പറയാ, അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് തിരിച്ചു പറയാ, 500 റുപ്യ തരുന്നതിൻ്റെ മടിക്ക് നിങ്ങൾ ന്യായം പറയല്ല, ഉണ്ടെങ്കിൽ താ, ഇല്ലെങ്കിൽ എന്നെ വിട്, ഞാൻ പോട്ടെ എന്ന് പറയാ. ഇതും പറ്റൂല. പിന്നെയോ, ആത്മാർത്ഥമായ നിലയിൽ ഒരു പെങ്ങളോട് സ്നേഹത്തോടെ പറയുന്നത് പോലെ നീ പടച്ചവന്റെ മുമ്പിൽ കൈ നീട്ടിയോ, പടച്ചവന്റെ മുമ്പിൽ കൈ നീട്ട്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്ക്, അള്ളാഹു നിന്നെ സഹായിക്കും. ആ ഉസ്താദ് പറയാണ്, പിന്നെ അടുത്ത ആഴ്ച ഞാൻ ശ്രദ്ധിച്ചു ഇവളുണ്ടോന്ന്, ഇവള് വന്നില്ല. പിന്നെ 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച കുറേ ആഴ്ചകൾ നോക്കി. അപ്പോൾ എനിക്കെൻ്റെ ആകാംക്ഷ വർദ്ധിച്ചു. പടച്ചോനെ, ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഇവൾക്ക് വിഷമമായി, ഇനി മേലാ ഓൾ ഇങ്ങോട്ട് വരാണ്ടായി, ഏതായി? കാലങ്ങൾ കഴിഞ്ഞു, ഇവളെ കാണുന്നേ ഇല്ല. എൻ്റെ മനസ്സിലൊരു കൗതുകം, ഒരു ജിജ്ഞാസ, എന്തായിന്ന് അറിയണ്ടേ? ഞാൻ പല ആളുകളോടും അന്വേഷിച്ചു, അവളെക്കുറിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച് അവളുടെ അയൽവാസിയെക്കുറിച്ചിട്ട് വിവരം കിട്ടി. ഞാൻ വണ്ടിയെടുത്ത് ചങ്ങായിമാരെ കൂട്ടി അയൽവാസിയുടെ അടുക്കൽ പോയി. ഞാൻ ചോദിച്ചു, ഇന്നൊരു പെണ്ണുണ്ടായിരുന്നല്ലോ, എന്താ അവളുടെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കരുണയുള്ളവനാണ്, പടച്ചവൻ്റെ തീരുമാനം വല്ലാത്ത തീരുമാനമാണ്. എന്ത് പറ്റി എന്ന് ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും യാചനയും ഒക്കെയുമായി നടക്കുന്നതിൻ്റെ ഇടയിൽ ഏതോ ഒരു പള്ളിയിൽ ഉസ്താദിനെ കണ്ടുപോലോ, ആ ഉസ്താദ് ഓക്ക് കുറച്ച് ഉപദേശം കൊടുത്തുപോലോ, ഓള് എല്ലാ ദിവസവും വീട്ടിൻ്റെ ഉള്ളിൽ വാതിലടച്ച് രാത്രിയെല്ലാം കരഞ്ഞ് ഇസ്തിഗ്ഫാർ പറയല്ല, വേറെ പണിയൊന്നുമില്ല. ഏതോ ഒരു ഉസ്താദ് ഉപദേശം കൊടുത്തുപോലോ, ആ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവൾ കുറേ നാള് വീടടച്ച് ആരുമായി ഒരു ബന്ധവുമില്ലാതെ തൻ്റെ പട്ടിണി കിടക്കുന്ന യതീമായ മക്കളെ മുന്നിലിരുത്തിയിട്ട് മുസല്ലയിലിരുന്നിട്ട് ഇസ്തിഗ്ഫാർ പറഞ്ഞ് പശ്ചാത്തപിച്ച് പടച്ചവനോട് ഇസ്തിഗ്ഫാർ പറഞ്ഞ് ചരിത്രം. എന്നിട്ട് എന്തായി അതറിയണ്ടേ? എന്നിട്ട് എന്തായി? അപ്പോൾ നാട്ടുകാർ സന്തോഷത്തോടെ പറഞ്ഞു, അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവളുടെ ഉപ്പയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ഉമ്മയും കൂട്ടിയിട്ട് ഈ പെണ്ണിനെ കുറിച്ചിട്ട് വിവരം അറിഞ്ഞ് അവൾ താമസിക്കുന്ന വാടക വീട്ടിൽ കാണാൻ വന്നു. ഇത് ചരിത്രമല്ല കേട്ടോ, സംഭവമാണ്. ഇപ്പം ജീവിച്ചിരിക്കുന്ന നമ്മുടെ അവിടുത്തെ ഖതീബ് ഉസ്താദ് പറയുന്ന സംഗതിയാണ്, അനുഭവമാണ്. കാണാൻ വന്നു. എന്താ കാരണം? വാപ്പയുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ ദാരിദ്ര്യത്തിൽ ഒരു സ്ഥലത്ത് കഷ്ടപ്പെടുന്നു എന്ന വിവരം കിട്ടിയപ്പോൾ സമ്പന്നനായ ആ ചെറുപ്പക്കാരൻ തൻ്റെ ഉമ്മാനെയും കൂട്ടിയിട്ട് സാധനങ്ങളും പൈസയും ഒക്കെ ആയിട്ട് ഈ സഹോദരിയെ കാണാൻ വേണ്ടി വന്നു. പരസ്പരം അതുവരെ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണല്ലോ, പൈസ ഉണ്ടാകുമ്പോൾ ബന്ധം ഉണ്ടാവും, പൈസ കുറയുമ്പോൾ ബന്ധം കുറയും. അങ്ങനെയാണ്. പൈസ ഉണ്ടെങ്കിൽ ഉപ്പാൻ്റെ മരുമോടെ ഭർത്താവിൻ്റെ മാപ്പിളേൻ്റെ അയൽവാസിയുടെ അയൽവാസിയാന്ന് പറയും. എൻ്റെ അടുത്ത ആളാ, അത്രയ്ക്കും അടുത്ത ആളാ. പൈസ ഇല്ലെങ്കിലോ, അതെങ്ങനെയോ ഒരു കുടുംബമായി, ഒരു കസിൻ ആയി വരും എന്നാണ്. ഒരു കസിൻ ആയി വരും. ഞാൻ എന്നോട് അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ നോമ്പ് പിടിച്ചോണ്ട് പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞു. അങ്ങനെ പൈസ കുറവാണെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് കസിനാക്കി മാറ്റാം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ അവനെ ബന്ധുവാന്ന് പറയാം, നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ നിങ്ങളെ അവനെ ബന്ധുവാന്ന് പറയാം. പൈസ ഉണ്ടെങ്കിലോ, അവനെൻ്റെ സ്വന്തമല്ല, ഉപ്പാൻ്റെ മരുവൻ്റെ അയൽവാസിയുടെ വ്യാപ്പളുടെ ഉപ്പാൻ്റെ മരുവനാണെന്ന് പറയാം, അടുത്ത ബന്ധം പൈസ ഉണ്ടെങ്കിൽ. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ പൈസക്ക് വേണ്ടിയിട്ടല്ല, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കണം, മുഹബ്ബത്ത് വെക്കണം, കുടുംബ ബന്ധം ചേർക്കണം, ഇല്ലാത്തവനോടൊപ്പം പോയി നിൽക്കണം, അവൻ എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്തു കൊടുക്കണം. സാധിക്കുമെങ്കിൽ അങ്ങനത്തെ ആളുകളുടെ വീട്ടിൽ പോയി നോമ്പ് തുറക്കണം. നോമ്പ് തുറപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ട അമലാണ് അല്ലേ? ഇഫ്താർ സംഗമം നടത്തലല്ല, ഒരു നോമ്പ് തുറ. നമ്മുടെ ഭാര്യയും മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്നും തീരെ നിവൃത്തിയില്ലാതെ കഴിയുന്ന ഏതെങ്കിലും കുടിലുകൾ ഉണ്ടെങ്കിൽ ആ കുടിലുകളിലേക്ക് പോകണം, അവരോടൊപ്പം അന്നത്തെ രാത്രി നോമ്പ് തുറക്കണം. അതിനാ നോമ്പ് തുറ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ പാവങ്ങൾ സാധുക്കൾ കുടിലിൽ കഴിയുന്നവർ നമ്മളുടെ എയർ കണ്ടീഷൻ ഫിറ്റാക്കിയ മുന്തിയ പൊരൻ്റെ ഉള്ളിലേക്ക് അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തണം. നമ്മുടെ വീട്ടിൽ അവർ 1 ദിവസം 2 ദിവസം താമസിപ്പിക്കണം. എൻ്റെ ഉപ്പാൻ്റെ ബന്ധുക്കൾക്ക് ഞാൻ സഹായം കൊടുക്കണം, എൻ്റെ ഉമ്മാൻ്റെ ബന്ധുക്കൾക്ക് ഞാൻ സഹായം കൊടുക്കണം. അതിനാണ് ഇസ്ലാം ഇഫ്താർ പ്രോത്സാഹിപ്പിച്ചത്. അള്ളാഹു ഇതൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. സമയം തീർന്നുപോയി, വിഷയങ്ങളൊന്നും പറയാനും കഴിഞ്ഞില്ല. അള്ളാഹു നല്ല കാര്യങ്ങൾ കൂടുതൽ കേട്ട് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ.
ഈ സഹോദരിയെക്കുറിച്ചിട്ട് അയൽവാസി പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ ഉമ്മാനം കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നു, കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു, അവരെ സഹായിച്ചു, അവർക്ക് പൈസ കൊടുത്തു. എന്നിട്ട് അവർ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി കാറിൽ കയറി കുറച്ച് ദൂരം പോയി കുറേ സമയം അവിടെ നിർത്തിയിട്ട് പിന്നെ അവർ തിരിച്ചു വന്നു. എന്താ തിരിച്ചു വരാൻ കാരണം ഈ ചെറുപ്പക്കാരൻ കാറിൽ കയറി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പകുതി ദൂരം എത്തിയപ്പം ഉമ്മാനോട് ഇങ്ങനെ മടിച്ചു പറഞ്ഞു, ഉമ്മ ഭർത്താവ് മരിച്ചിട്ട് കുറേ കാലമായി, 4 പെൺകുട്ടികളെയും കൊണ്ട്, അനാഥ കുട്ടികളെയും കൊണ്ട് കഷ്ടപ്പെടുകയാണ്, സാമ്പത്തികമായി ഒന്നുമില്ല, എൻ്റെ ഉപ്പാൻ്റെ ഏറ്റവും അടുത്ത ബന്ധത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്, ഞാൻ ഇന്ന് ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, നമ്മൾ വലിയ സമ്പന്നന്മാരാണ്, നമുക്ക് സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, ഉമ്മ ഞാൻ മടിച്ചിട്ടാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ആ വിധവയായ പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ ഇങ്ങനെ മൗനമായിരുന്നു ചിന്തിക്കുന്നത് അതായിരുന്നു, എൻ്റെ മോനെ കൊണ്ട് ആ പെണ്ണിനെ കെട്ടിച്ചാൽ എന്താന്ന്. അത് സൗദി അറേബ്യ ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ, നമ്മളെ കഫീലിന് 4 ഭാര്യമാരുണ്ട്. അത് പറഞ്ഞാൽ പിന്നെ സമയം പോകുമല്ലോ അല്ലേ. അവിടെ 4 ഭാര്യമാരെന്നുള്ളത് പ്രശ്നം. ഇവിടെ ആയിരുന്നെങ്കിൽ പിന്നെ ഉള്ള കുടുംബ യുദ്ധമായി മാറുമായിരുന്നു. ഏതായിരുന്നാലും ഈ മകൻ്റെ മനസ്സിൻ്റെ വിശാലത കൊണ്ട് മകൻ ഉമ്മാനോട് ചോദിക്കേണ്ട താമസം ഉമ്മ പറഞ്ഞു, മോനെ ഞാനും അതാ ചിന്തിക്കുന്നത്, എന്നാൽ പിന്നെ ഉമ്മ ഈ വാടക വീട്ടിൽ നിന്നും അവരെ ഒഴിവാക്കാം, അവർക്ക് നല്ലൊരു വീട് ഉണ്ടാക്കി കൊടുക്കാം, അവരെ ഞാൻ കല്യാണം കഴിക്കാം. ഈ നാട്ടുകാർ സന്തോഷത്തോടെ ഈ ഉസ്താദിനോട് പറഞ്ഞു, ഇന്ന് ആ പെണ്ണ് റിയാദിലെ ഏറ്റവും സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ ഭാര്യയായി വലിയ വില്ലയിൽ താമസിക്കുക. ഇതെല്ലാം കിട്ടിയത് ഏതോ ഒരു പള്ളിയിലത്തെ ഖത്തീബ് ഉസ്താദ് ഇസ്തിഗ്ഫാർ പറയാൻ പഠിപ്പിച്ചതിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞു. ഇതാരാ പറയുന്നത്? ജീവിച്ചിരിക്കുന്ന നമ്മൾ അറിയുന്ന ഒരു പണ്ഡിതൻ നമുക്ക് പറഞ്ഞ അനുഭവം. ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? പള്ളിയുടെ മുമ്പിൽ പെണ്ണുങ്ങൾ വരും, ആണുങ്ങൾ വരും, നമ്മളോട് സഹായം ചോദിക്കും, നമ്മൾ അവരെ ആട്ടും, കുറവാക്കും, കൊച്ചാക്കും. ആരോഗ്യമുണ്ടല്ലോ, ആന പോലത്തെ തടിയുണ്ടല്ലോ, പണിയെടുത്ത് ജീവി. ഒരു ഭാഗത്ത് അങ്ങനെ, മറുഭാഗത്ത് വലിയ കാറും വീടും ഒലക്കയെല്ലാം ഉണ്ടല്ലോ, ഒരു ഉറുപ്പ്യ കൊടുക്കൂലല്ലേ, പിശുക്കൻ ആചാര പോലും ഉസ്താദാ പോലും എല്ലാവർക്കും കൊടുക്കുന്നു, ഭയങ്കര പേരാ പോലും കൊടുത്തൂടല്ലേ. ഇത് രണ്ടുമല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ വതവാസോ ബിൽ ഹഖ് വതവാസോ ബിസ് സബ്ർ, നമ്മൾ നമ്മുടെ പെങ്ങന്മാർ, പെണ്ണുങ്ങൾ, ആണുങ്ങൾ എല്ലാവരെയും കൂട്ടിയിരുത്തിയിട്ട് നമ്മൾ പറയണം, പടച്ചവനാണ് നമുക്ക് സമ്പത്ത് തരുന്നത്, അള്ളാഹുവാണ് നമുക്ക് ദാരിദ്ര്യം തരുന്നത്, അള്ളാഹുവാണ് നമുക്ക് സമ്പത്ത് തരുന്നത്, അള്ളാഹുവാണ് നമുക്ക് ദാരിദ്ര്യം തരുന്നത്, അള്ളാഹുവാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ തിരിയണം, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. അദ്ദേഹം പറഞ്ഞ ഒട്ടനവധി അനുഭവങ്ങളുണ്ട്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം. അതാ ഞാൻ പ്രത്യേകം പറയുന്നത്. സാമ്പത്തികമായി നല്ല ശേഷിയുള്ള ഒരു മനുഷ്യൻ, റിയാദിൽ തന്നെ സാമ്പത്തികമായി നല്ല ശേഷിയുള്ള ഒരു അറബി, അദ്ദേഹത്തിന് മാരകമായൊരു രോഗം പിടിപെട്ടു. എന്താ? ക്യാൻസർ രോഗത്തിൻ്റെ പേരിൽ അദ്ദേഹം വലിയ വലിയ ആശുപത്രികളിലൊക്കെ പോയി ചികിത്സ തേടി. ആ ചികിത്സക്കൊന്നും ഒരു ഉപകാരവും കിട്ടിയില്ല. അവസാനം അദ്ദേഹത്തിന് ആശുപത്രിക്കാർ എഴുതിത്തള്ളി, മാരകമായി ഈ രോഗത്തിൽ നിന്നും ഒരു മോചനവും കിട്ടൂല, രക്ഷയില്ല, അതുകൊണ്ട് ഇനി വീട്ടിലേക്ക് എന്ന് പറയാം. അങ്ങനെ ഉണ്ടല്ലോ, നീ വീട്ടിലേക്ക് എടുത്തോ, ആശുപത്രി കടത്തിയിട്ട് കാര്യമൊന്നുമില്ല, വീട്ടിലേക്ക് എന്ന് പറയാം. വീട്ടിലേക്കെടുത്തിട്ട് ഈ രോഗം കൊണ്ട്, അതിൻ്റെ വേദന കൊണ്ട് പൊളയുന്ന സമ്പന്നനായ ഈ മനുഷ്യൻ വല്ലാതെ ബേജാറായി. ബേജാറിൻ്റെ കടുപ്പം വരുമ്പം അവസാന കൈക്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? പള്ളി വരിക, ഉസ്താദന്മാരെ കാണുക, പിന്നെ നിക്കാരം ദുആയും ഇബാദത്തും ഒക്കെ ആയിട്ട് കഴിയുക. അങ്ങനെയാണല്ലോ. അങ്ങനെങ്കിലും നമ്മൾ നന്നാകുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഉസ്താദ് പറയാണ്, ഒരു ദിവസം ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്താ കാര്യം? ഞാൻ എൻ്റെ മുഴുവൻ സമ്പത്തുകളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എഴുതി വെക്കുകയാണ്, ചെലവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് ഞാൻ നിങ്ങളെ വക്കാലത്ത് ഏൽപ്പിക്കാൻ വന്നതാണ്. എൻ്റെ മുഴുവൻ സമ്പത്ത് ഞാൻ പടച്ചവൻ്റെ മാർഗത്തിൽ കൊടുക്കുക. എനിക്കിനി സമ്പത്ത് വേണ്ട, സ്വത്ത് വേണ്ട, കാരണം അതൊന്നും അനുഭവിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ രോഗിയായി, മാരകമായ രോഗിയായി, എനിക്കിനി ചികിത്സയില്ലെന്ന് പറയാം. എനിക്ക് ചികിത്സയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ സമ്പത്തൊക്കെ കൊണ്ടു നടക്കുന്നത്? ഇത് മുഴുവനും ഞാൻ പള്ളിക്ക് കൊടുത്തു, പടച്ചവന് കൊടുത്തു, ദീനിന്റെ മാർഗത്തിൽ കൊടുത്തു, അത് ഞാൻ സദഖ ചെയ്തു എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, അൽഹംദുലില്ലാ, നിങ്ങൾ പറയുന്നത് നല്ല കാര്യമാണ്. പൈസ പടച്ചവന് കൊടുക്കുക, പള്ളിക്ക് കൊടുക്കുക, ദീനിന്റെ മാർഗത്തിൽ, നല്ല കാര്യമാണ്. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ആരാ നിങ്ങൾക്ക് ചികിത്സയില്ലെന്ന് പറഞ്ഞത്? ആരാ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് പറഞ്ഞത്? അത് ഈ നാട്ടിലെ ഡോക്ടർമാരല്ലേ, ഇന്ന ഡോക്ടർമാരല്ലേ. എന്നാൽ ഈ ഡോക്ടർമാരെയും നമ്മളെയും ഒക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്. രോഗത്തിൻ്റെയും
ഷിഫയുടെയും ഒന്നും ഉത്തരവാദിത്തം ഈ ആശുപത്രിക്കാരുടെ കയ്യിൽ അള്ളാഹു കൊടുത്തിട്ടില്ല, ഡോക്ടർമാരുടെ കയ്യിൽ അള്ളാഹു കൊടുത്തിട്ടില്ല. അവർ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ നടക്കുക. അവരുടെ മിഷനറികളിൽ കിട്ടുന്ന റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മളുടെ ആയുസിന്റെ നീളവും അതിന്റെ ചുരുക്കവും തീരുമാനിക്കുക. ഇത് ഞാനും നിങ്ങളും എന്നോട് പറയേണ്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സഹോദരി സഹോദരന്മാരോട് സമാധാനത്തോടെ പറഞ്ഞു കൊടുക്കേണ്ട വിഷയമാണ്. നമ്മൾ ആശുപത്രികളെ അല്ല ആശ്രയിക്കേണ്ടത്, ഡോക്ടർമാരെ അല്ല ആശ്രയിക്കേണ്ടത്, വേണ്ടാന്നുള്ള അർത്ഥത്തിലല്ല, അവരെ അല്ല ആശ്രയിക്കേണ്ടത്. നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മുടെ രക്ഷിതാവിനാണ്. നമ്മുടെ ആയുസ് തീരുമാനിക്കേണ്ടത്, നമ്മുടെ ആരോഗ്യം തീരുമാനിക്കേണ്ടത്, നമ്മുടെ രോഗങ്ങൾ മാറുവോ ഇല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് ഇതാ മരിൽ തുഫഹുവേഷ്ഫീൻ, ഇതാ മരിൽ തുഫഹുവേഷ്ഫീൻ. നമുക്ക് രോഗം വന്നാൽ അവനാണ് ഷിഫാക്കുന്നത്. ആ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകണം. ഈ ഉസ്താദ് പറയാണ്, ഞാൻ അദ്ദേഹത്തോട് ശക്തമായ ഭാഷയിൽ പറഞ്ഞു, ഡോക്ടർമാർക്ക് തെറ്റുപറ്റാം, പരിശോധനയുടെ റിപ്പോർട്ടുകളിൽ തെറ്റുപറ്റാം, നിങ്ങളുടെ രോഗങ്ങൾ നിമിഷം കൊണ്ട് മാറ്റിത്തരാൻ നിങ്ങളുടെ രക്ഷിതാവിന് കഴിവുണ്ട്. ഞാൻ ധൈര്യത്തോടെ പറയുന്നത് എന്താണെന്നറിയോ? ഇതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഖുത്ബ പറയുന്ന, നിങ്ങൾക്ക് വേണ്ടി ഇമാമത്ത് നിൽക്കുന്ന, നിങ്ങൾ വിഷമം പറയാൻ വേണ്ടിയിട്ട് സമീപിച്ച ഈ ആളുണ്ടല്ലോ, ഈ ആള് അമ്മാഹാദ, അതെ, ഈ ആള് നിങ്ങളെപ്പോലത്തെ 4th സ്റ്റേജ് കഴിഞ്ഞ രോഗത്തിൻ്റെ പേരിൽ എല്ലാവരും എഴുതി തള്ളിയ ഒരു സാധുവായിരുന്നു. പക്ഷേ ഈ മുസല്ലയിൽ ഞാൻ കിടന്ന് കരഞ്ഞ എൻ്റെ കണ്ണുനീര്, ഈ പള്ളിയിൽ ഞാൻ പടച്ചവന്റെ മുമ്പിൽ കൈനീട്ടിയ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം അള്ളാഹു സ്വീകരിച്ചു. ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ എൻ്റെ രോഗം അള്ളാഹു മാറ്റി, എൻ്റെ രോഗം അള്ളാഹു മാറ്റി. ഇതാ മരിൽ തുഫഹുവേഷ്ഫീൻ, ഞാൻ രോഗിയായാൽ എൻ്റെ റബ്ബ് എനിക്ക് ശിഫ തരും. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടുകയൊന്നും വേണ്ട, നിങ്ങൾ നിരാശപ്പെടുകയൊന്നും വേണ്ട. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഈ സദഖകളൊക്കെ ചെയ്യാം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാം, ദുആയും കരച്ചിലും വർദ്ധിപ്പിക്കാം, സദഖ ചെയ്യാം. സദഖ ചെയ്യണം, അത് ചികിത്സയാണ്. സദഖ ചെയ്യണം, അത് ചികിത്സയാണ്. നമുക്ക് രോഗം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുസല്ല വിരിക്കണം, 2 റക്അത്ത് നിസ്കരിക്കണം, സുജൂദിൽ കടക്കണം, കരഞ്ഞ് 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 ഷിഫാക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പിന്നെയോ നമ്മളെ കൊണ്ടാകുന്ന അത്ര സദഖ കൊടുക്കണം. ചികിത്സയുടെ 2ാമത്തെ ഭാഗമാണ്. 3ാമത്തേത് സംസം വെള്ളം കുടിക്കണം, ഖുർആൻ ഓതി ഊതണം. പ്രിയപ്പെട്ടവരെ, ഇത് ചികിത്സയുടെ 3ാമത്തെ ഭാഗമാണ്. ചികിത്സയുടെ 4ാമത്തെ ഭാഗമാണ് നാട്ടിൽ വിശ്വസ്തനായ വിദഗ്ധനായ നല്ല ഡോക്ടറെ കാണിക്കണം, അയാൾ പറയുന്നത് പോലെ മരുന്ന് കഴിക്കണം. 4 ഉസൂലുണ്ട്, ഈ 4 ഉസൂലും പാലിക്കണം. ഇതിൽ 4th സ്റ്റേജിലേക്ക് നമ്മൾ ആദ്യം പോവുക. അതുകൊണ്ടാണ് പോകുന്ന പരിശോധനകളിലൊക്കെ നമ്മുടേത് 4th സ്റ്റേജാന്ന് പറയും. നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈമാൻ പറയുന്ന ഈ ഇരിക്കുന്ന ഉസ്താദിന്റെ 2 കാലും കൊണ്ട് വലിയ ആശുപത്രി പോയപ്പോൾ അവർ വലിയ മിഷനകത്ത് കയറ്റി നിർത്തിയിട്ട് നോക്കിയിട്ടോ, ഇത് 4th സ്റ്റേജാ, ഇനി രക്ഷയൊന്നുമില്ല, ഇങ്ങനെ ഒന്ന് കീറുക, അതിൻ്റെ ഉള്ളിൽ നിങ്ങളെടുത്ത് പുറത്തു വെക്കുക, വെറുതെ ഈ പുതിയ സാധനം അങ്ങോട്ട് ഫിറ്റാക്കുക, ഞങ്ങൾ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് പറയുക. ജർമ്മനിയിൽ നിന്ന്. എന്താ കാരണം? 4th സ്റ്റേജ് ഉണ്ട്. ഏതാ സ്റ്റേജ്? 1, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് മുസല്ലയിൽ കിടന്ന് കരഞ്ഞ് 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 അള്ളാഹിനോട് ദുആ ചെയ്യണം. അള്ളാഹ് കേൾക്കും, അള്ളാഹ് കേൾക്കും. എൻ്റെ രോഗം എനിക്ക് തന്ന റബ്ബ് എൻ്റെ രോഗം മാറ്റാൻ കഴിവുണ്ട്, മാറും. വിശ്വാസം വേണം. 2ാമത്തേത്, എനിക്ക് കിട്ടിയ സമ്പത്തിൽ നിന്നും അള്ളാഹുവേ ആശുപത്രി ബില്ല് അടയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ, ഡോക്ടർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പാവങ്ങളായ സാധുക്കൾക്ക് ഞാൻ സദഖ ചെയ്യും. സദഖ ചെയ്യണം, 2ാമത്തെ ചികിത്സയാണ്. 3ാമത്തേത് സംസം വെള്ളം കുടിക്കണം, ഖുർആൻ ഓതി ഊതണം. അതൊക്കെ ചികിത്സയായി നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. വേദന ഉള്ള സ്ഥലത്ത് ഇങ്ങനെ കൈവക്കണം, ബിസ്മില്ലാഹി 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 എന്ന് 3 പ്രാവശ്യം പറയണം. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതി എന്ന് തുടങ്ങുന്ന ദുആ 7 പ്രാവശ്യം പറയണം. അൽഹംദുലില്ലാഹ്, ഇതൊക്കെ പരീക്ഷിച്ചിട്ടാണ് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. 4th സ്റ്റേജാണ്, മുറിച്ച് മാറ്റണമെന്നൊക്കെ പറഞ്ഞാലും നടക്കുന്നുണ്ടല്ലോ പ്രിയം. അള്ളാഹു വിചാരിച്ചാൽ നടക്കും, അള്ളാഹു വിചാരിച്ചാൽ നടക്കും. ഈ 3 ചികിത്സയും കഴിയുമ്പോൾ 4ാമത്തെ ചികിത്സയിലേക്ക് പോകണം. 4th എവിടെ? നല്ല ഡോക്ടറെ കാണണം, അവരുടെ പരിശോധനകൾക്ക് വിധേയരാവണം, മരുന്ന് വേണ്ടി വന്നാൽ കഴിക്കണം, വേണ്ടെന്നല്ല പറയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നിലയിൽ റമദാനോടുകൂടി നമ്മുടെ ജീവിതത്തിൻ്റെ ലൈനൊന്ന് മാറ്റണം, നമ്മുടെ ചിന്തയുടെ ലൈനൊന്ന് മാറ്റണം, നമ്മുടെ വിചാര വിശ്വാസങ്ങളുടെ ലൈനൊന്ന് മാറ്റണം. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ പെരടികളെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കുന്നത് പോലെ പടച്ചവനെ ഞങ്ങളുടെ കടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. ഞങ്ങളുടെ കടങ്ങൾ ആ സഹോദരി രക്ഷപ്പെടുത്തിയില്ലേ? അള്ളാഹു രക്ഷപ്പെടുത്തിയില്ലേ? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് നമ്മളറിയാത്ത രൂപത്തിൽ കാര്യങ്ങൾ നടത്താനുള്ള വഴികൾ തുറന്നു തരുമെന്നാണ്. നമ്മളറിയാത്ത രൂപത്തിൽ കാര്യങ്ങൾ നടത്താനുള്ള വഴികളെ തുറന്നു തരും. അള്ളാഹ് തുറന്നു തരും, അള്ളാഹ് തുറന്നു തരും. ആ അള്ളാഹ് തുറക്കുന്ന വഴി ഏതാന്ന് നമ്മളിങ്ങനെ അനലൈസ് ചെയ്യാൻ നിൽക്കണ്ട, സെർച്ച് ചെയ്യാൻ നിൽക്കണ്ട. അള്ളാഹ് തുറന്നു തരും, അള്ളാഹു നമ്മളെ സഹായിക്കും. ആ വിശ്വാസം ഓരോ ആണിൻ്റെ മനസ്സിലും ഉണ്ടാകണം, ഓരോ പെണ്ണിൻ്റെ മനസ്സിലും ഉണ്ടാകണം. കുറച്ച് ദിവസം ദ്വാരം എന്നിട്ട്
പടച്ചോൻ പറഞ്ഞതുപോലെ ഉസ്താദ് പറഞ്ഞതുപോലെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ട് പോക്കല്ല, നിർത്തിക്കളയലല്ല. നിരന്തരമായ നിലയിൽ നമ്മൾ ഉറച്ചു നിന്ന് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം, അധ്വാനിച്ചുകൊണ്ടേയിരിക്കണം, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു നമ്മളെ സഹായിക്കും. ആ ഉസ്താദ് പറഞ്ഞു, സഹോദര, ഈ നിൽക്കുന്ന ഞാനുണ്ടല്ലോ നിങ്ങളെപ്പോലെ ആളുകൾ ഒഴിവാക്കിയവനാണ്. മിഷണറികളുടെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് തള്ളിയ ആളാണ്. എൻ്റെ മുസല്ലയിലെ കരച്ചിൽ അള്ളാഹു കേട്ടു, എൻ്റെ കണ്ണുനീർ അള്ളാഹു കബൂലാക്കി, ഞാൻ ചെയ്ത ചെറിയ ചെറിയ സദഖ അള്ളാഹു സ്വീകരിച്ചു. ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ ആരോഗ്യവാനായി ഞാൻ നിൽക്കുന്നു, ഞാൻ ഇമാമാകുന്നു, ഞാൻ ഖത്തീബാകുന്നു, ഞാൻ ഉസ്താദാകുന്നു. ഇന്ന് നിങ്ങളോട് ഞാൻ ആത്മവിശ്വാസത്തോടെ പറയുന്നു, നിങ്ങളും അള്ളാഹുൽ വിശ്വസിക്ക്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ സദഖ ചെയ്തോളൂ. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ ഇസ്തിഗ്ഫാറോടുകൂടി നിരന്തരമായി ദുആയിൽ കഴിഞ്ഞുകൂടിയാൽ നിങ്ങളുടെ റിസൾട്ടുകളൊക്കെ മാറും, നിങ്ങളുടെ പരിശോധനാ ഫലങ്ങളൊക്കെ മാറും. പ്രിയപ്പെട്ടവരെ, ആ ഉസ്താദ് പറയാം, കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ കൂട്ടിയിട്ട് അവിടുത്തെ ഏറ്റവും പ്രമുഖമായ ഡോക്ടറെയും ആശുപത്രിയും ഒക്കെ കാണാൻ പോയി. പുതിയ ഈ വിഷയങ്ങളൊന്നും പറയാതെ പുതിയ ടെസ്റ്റുകളൊക്കെ നടത്തി. ആ പുതിയ ടെസ്റ്റുകളുടെ റിപ്പോർട്ടിൽ ഒന്നും കാണുന്നില്ല. അപ്പൊ എന്താ നമ്മൾ പറയാ? പിന്നെ ഒന്നെങ്കിൽ ഇപ്പൊ എടുത്തത് എററാണെന്ന് പറയാം. അവൻ പണ്ടേ പൈസന്റെ ഹോസ്പിറ്റലാണ്, പൈസ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലാണ്. അപ്പുറത്തോ അല്ലെങ്കിൽ അവൻ പൈസ അടിക്കാനുള്ള ഹോസ്പിറ്റലാണ്. ഈ ഉസ്താദ് പറയാണ്, അവൻ്റെതും എററല്ല, ഇവൻ്റെതും എററല്ല, ഇവന് മോശക്കാരനല്ല, അവന് മോശക്കാരനല്ല. പിന്നെയോ എൻ്റെ റബ്ബ് എനിക്ക് ശിഫ തരാൻ വിചാരിച്ചപ്പോൾ എൻ്റെ രോഗങ്ങളൊക്കെ അങ്ങ് തിരിച്ചെടുത്തു എന്ന് വിചാരിച്ചാൽ മതി. എൻ്റെ രോഗങ്ങളൊക്കെ അള്ളാഹു തിരിച്ചെടുത്തു. ഇനി നമ്മൾ ഓനെയും കുറ്റം പറയണ്ട, ഇവനെയും കുറ്റം പറയണ്ട, അവൻ്റെത് ശരിയാണെന്നും ഇവൻ്റെ തെറ്റാണെന്നും പറയണ്ട. എൻ്റെ റബ്ബ് എൻ്റെ ദുആ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, റമളാനിലൂടെ, അവസാനത്തെ 10 ഇഅ്തികാഫിലൂടെ, ലൈലത്തുൽ ഖദറിലൂടെ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയൊരു പാഠം, എനിക്ക് കടങ്ങൾ തന്നവൻ അള്ളാഹുവാണ്, എൻ്റെ കടങ്ങൾ തീർക്കേണ്ടവൻ അള്ളാഹുവാണ്. അതിനെന്താ മാർഗം? അള്ളാഹുലേക്ക് മടങ്ങണം, അതിന് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, പശ്ചാത്താപം വർദ്ധിപ്പിക്കണം, ദിക്ർ ദുആക്കൾ വർദ്ധിപ്പിക്കണം, എൻ്റെ പെരുമാറ്റ സ്വഭാവങ്ങൾ നന്നാക്കണം. എൻ്റെ പെരുമാറ്റവും സ്വഭാവവും റിസ്ക്കും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. സമയം കഴിഞ്ഞല്ലോ അല്ലേ? സമയം കഴിഞ്ഞു എന്നുള്ള ബോധം എനിക്കുണ്ട്. പക്ഷെ അത് സമ്മതിക്കാൻ തൽക്കാലം മനസ്സ് വിടുന്നില്ല എന്നേ ഉള്ളൂ. പറഞ്ഞു തീർക്കട്ടെ, എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണ്ടേ. അല്ലാഹു തആല നമുക്ക് നല്ല കാര്യങ്ങൾ കൂടുതൽ പറയാനും മനസ്സിലാക്കാനും ഒക്കെ തൗഫീഖ് തരുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ സംബോധന ചെയ്തിട്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. നമ്മളുടെ ഈമാനിൻ്റെ വഴിയിലേക്ക് തിരിയണം, അമലിൻ്റെ വഴിയിലേക്ക് തിരിയണം, ഖുർആനിൻ്റെ വഴിയിലേക്ക് തിരിയണം, അള്ളാഹുലേക്ക് തിരിയണം. അവൻ്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ മാർഗത്തിലേക്ക് നമ്മൾ തിരിയണം. എന്നിട്ടോ ഉള്ളതുകൊണ്ട് സുഖമായി സന്തോഷമായി ജീവിക്കാനുള്ള ഒരു രീതി നമ്മൾ പഠിക്കണം. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അവരുടെ ഒരു ചരിത്രം പറഞ്ഞു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓർമ്മയിലുണ്ടാവുമോ? എങ്ങനെ ഓർമ്മ വെക്കുന്നത്? എന്തിനു വേണ്ടി ഓർമ്മ വെക്കുന്നത്? ചരിത്രമായ നിലയിൽ പറയുമ്പം അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. ഞാൻ ചരിത്രം പറയാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. അത് നമ്മുടെ ഇന്നാമൊക്കെ പറയുന്നുണ്ടല്ലോ. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയുകയും ചെയ്യില്ല, അത് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നല്ല, അതിനുള്ളൊരു വാസനയില്ല. പക്ഷേ ഞാൻ ചില പാഠങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രം ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ. ഒരു മഹാനായ ഭരണാധികാരി, സാധാരണ ഭരണാധികാരി ഒന്നുമല്ല. നമ്മൾ സാധാരണ ഒരു കച്ചവടക്കാരനാണ്, ചെറിയ വരുമാനമുള്ള ആളാണ്, ചെറിയ മുതലാളിയാണ്. ആ മുതലാളിത്തത്തിൻ്റെ പേരിലാണ് മക്കൾക്ക് ധാരാളിത്തമൊക്കെ നമ്മൾ പഠിപ്പിച്ചത്. നമ്മുടെ മക്കൾ ഇഷ്ടപ്പെടുന്നതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണ്, ആഗ്രഹിക്കുന്നതൊക്കെ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുകയാണ്. ആ മക്കൾ ഇങ്ങനെ നമ്മൾ അവരെ സന്തോഷിപ്പിക്കുന്ന എന്തിനാ? അവർ വാപ്പാനോട് സ്നേഹത്തിൽ പെരുമാറണം, വാപ്പാനോട് അനുസരണ കാണിക്കണം, വാപ്പ പറയുന്നത് കേൾക്കണം. അതുകൊണ്ടല്ലേ നമ്മൾ മക്കൾക്ക് ഇതെല്ലാം കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ കണ്ടതിൽ വെച്ച് ചരിത്രം കണ്ട ഏറ്റവും വലിയ മഹാനായ ഒരു ഭരണാധികാരി, ഏറ്റവും വലിയൊരു രാജാവ്, ചക്രവർത്തി, തൻ്റെ പ്രിയപ്പെട്ട മക്കളോടുള്ള പെരുമാറ്റം, അദ്ദേഹം, ഞാൻ ഒന്നുകൂടെ പറയാം, പെണ്ണുങ്ങൾ കേൾക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞേക്കാം. അദ്ദേഹം ഒരു ദിവസം സുഖമില്ലാതെ കിടക്കുന്നു. തൊട്ടടുത്ത റൂമിൽ തൻ്റെ പ്രിയപ്പെട്ട പുത്രി, മകളുണ്ട്. ആ മകളെ പേര് വിളിച്ചുകൊണ്ട് പറയാം, മോളെ, ഉപ്പാക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിക്കും. ഉപ്പാക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ? ഒരിക്കൽ ചോദിച്ചു, കുറേ നേരം കാത്തു നിന്നു, വെള്ളം കിട്ടിയില്ല. രണ്ടാമത് വീണ്ടും, മോളെ, ഒരു ഗ്ലാസ് വെള്ളം താ. സുഖമില്ലാതെ കിടന്നുകൊണ്ട് മകളോട് അല്പം വെള്ളം തരണേ എന്ന് വിളിച്ചു പറയുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ പ്രിയപ്പെട്ട അനുസരണയുള്ള മകള് തിരിഞ്ഞു നോക്കിയില്ല. 2-3 പ്രാവശ്യം വിളിച്ചിട്ടും മോള് മറുപടി കൊടുക്കാതെ ആയപ്പോൾ ഉമ്മ പെട്ടെന്ന് ഒരു പാത്രത്തിൽ വെള്ളവും കൊണ്ടുവന്നു. അപ്പോൾ ഉപ്പാക്ക് ദേഷ്യം പിടിച്ചു. ഉപ്പ ചോദിച്ചു, എന്താ നീ വെള്ളം കൊണ്ടുവന്നത്? ഞാൻ നിന്നോടല്ലല്ലോ വെള്ളത്തിന് ചോദിച്ചത്, ഞാൻ എൻ്റെ മോളോടല്ലേ. മോളെന്തേ വന്നില്ല? അപ്പോൾ ആ ഭാര്യ, ഇല്ല, നിങ്ങൾ വെള്ളം കുടിക്കുക, വെള്ളമല്ലേ വേണ്ടു, വെള്ളം കുടിക്കുക. അല്ല, എനിക്ക് അത് അറിയണം, എൻ്റെ മോൾ എന്തുകൊണ്ട് എൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തില്ല.
കടക്കയിൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് ആവശ്യപ്പെടുമ്പോൾ അതെങ്കിലും എടുത്തു തരാൻ എൻ്റെ മകൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ മോളെ പോറ്റിയത്? എന്തിനാണ് ഞാൻ ആ മോളെ സ്നേഹിച്ചത്? വാപ്പാക്ക് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യാൻ കഴിയാത്ത മകളാണെങ്കിൽ ഈ മകൾക്ക് എന്ത് നന്മയാണുള്ളത്? ഭാര്യ പറഞ്ഞു, അവള് വരാൻ കഴിയാത്തൊരു കാരണത്തിൻ്റെ പേരിലാണ് വരാത്തത്, മനഃപൂർവ്വമല്ല, അനുസരണക്കേട് കൊണ്ടല്ല, ധിക്കാരം കൊണ്ടല്ല. എന്താണെന്ന് എനിക്കറിയണം. ഇല്ല, നിങ്ങളോട് പറയരുതെന്ന് നിർബന്ധം പറഞ്ഞു. നിങ്ങളോട് പറയാൻ പാടില്ല, ഉപ്പാനോട് അറിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞേ തീരൂ എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാര്യ പറഞ്ഞു, നമ്മളുടെ മകള് നിങ്ങളുടെ വിളിക്ക് ഉത്തരം ചെയ്യാത്തത് വാപ്പയോട് അനുസരണ ഇല്ലാത്തത് കൊണ്ടല്ല, പിന്നെന്താണെന്നറിയോ, അവൾക്ക് ആകെ ഒറ്റ പൈജാമയേ ഉള്ളൂ, ഒറ്റ പൈജാമ. ആ ഒരു പൈജാമ കീറിപ്പറഞ്ഞപ്പോൾ നാണം മറയ്ക്കാൻ നിർവാഹമില്ലാതെ വാപ്പ വിളിച്ചാൽ പെട്ടെന്ന് അത് ഉടുത്തുകൊണ്ട് ഓടി വരാൻ കഴിയാതെ വീട്ടിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് അത് അവൾ തുന്നി തയ്യാറാക്കുകയാണ്. ആ ഒറ്റ പൈജാമ തുന്നി തയ്യാറാക്കുകയാണ്. തുന്നി തയ്യാറാക്കി ഇട്ടിട്ട് വേണം വെള്ളം എടുത്തിട്ട് വരാൻ. പക്ഷേ ഈ ഒറ്റ പൈജാമ മാത്രമുള്ള ഞാനത് തുന്നിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരം എൻ്റെ വാപ്പാനെ അറിയിക്കരുത്, എൻ്റെ വാപ്പാനെ അറിയിക്കരുത്. കാരണം എൻ്റെ വാപ്പ അറിഞ്ഞാൽ വാപ്പ വിഷമിക്കും. വാപ്പ രാജാവാണ്, ഞങ്ങളുടെ കാരണവന്മാരെല്ലാം രാജാക്കന്മാരാണ്, ഞങ്ങളുടെ ഉപ്പാപ്പ രാജാവാണ്. എന്നിട്ടും എൻ്റെ വാപ്പാനോടൊപ്പം ജീവിച്ച ഈ മകള് ഇങ്ങനെ ത്യാഗം ചെയ്യേണ്ടി വന്നല്ലോ എന്ന വേജാറ് എൻ്റെ ഉപ്പാക്കുണ്ടാവും. എൻ്റെ ഉപ്പാൻ്റെ മനസ്സിനെ വേദനിപ്പിക്കരുത്, അതുകൊണ്ട് ഉമ്മ വേഗം വെള്ളം കൊടുക്ക് എന്ന് പറഞ്ഞ് എന്നെ അയച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അവറുകൾ സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും കരഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, എൻ്റെ ഈ അവസ്ഥയിലും എന്നെ സഹിച്ച് ക്ഷമിച്ച് എന്നോടൊപ്പം നിൽക്കാൻ സന്മനസ് കാണിക്കുന്ന മക്കളെ പടച്ചോൻ എനിക്ക് തന്നല്ലോ എന്ന് പറഞ്ഞ് സന്തോഷം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ച പാഠം എന്താണെന്നറിയോ? നമ്മളും ഇതുപോലെ കുറേ മക്കളെ പോറ്റുന്നുണ്ട്. നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് അവരാശിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട്, അവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കി കൊടുക്കുന്നുണ്ട്. ഈ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കി കൊടുത്ത് പോറ്റി വളർത്തുന്ന ഈ മക്കൾ കിടപ്പിലായി പോകുന്ന സമയത്ത് നമ്മളെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഇല്ലേ നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഞാൻ ആത്മാർത്ഥമായ നിലയിൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ വിചാരിച്ച പാഠം എന്താണെന്നറിയോ? ഇന്നിപ്പം ഗൾഫ് പ്രതിസന്ധി വന്നു, യുദ്ധഭീതി വന്നു, അതിൻ്റെ പേരിൽ നമുക്ക് നാട്ടിൽ പല ജാതി ക്ഷാമങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും വന്നു. ഗ്യാസ് ഇല്ല, കടകൾ അടയ്ക്കാൻ പോകുന്നു, ഹോട്ടലുകൾ അടയ്ക്കാൻ പോകുന്നു, ബേക്കറികൾ അടയ്ക്കാൻ പോകുന്നു. ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് കടികൾ ഉണ്ടാക്കാൻ കഴിയില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് കടികളുണ്ട്. അപ്പം നമ്മുടെ ക്യാൻറ്റീൻ്റെ പ്രശ്നം അതാണ്, കടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന. സാധാരണ നോമ്പിന് പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെ ഉണ്ട്, അതൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല, ഗ്യാസാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറി മാറി ചോറും നെയ്ച്ചോറും ഒക്കെ. നിങ്ങൾ വിചാരിക്കുന്നത് വേറെ അങ്ങോട്ടല്ല, ഗ്യാസ് ഇല്ല, എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയോ? ലോകം ഭരിച്ച മഹാനായ ചക്രവർത്തി ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ സുഖലോലുപതയുടെ നടുവിൽ രാജകീയമായ ഭവനത്തിലോ കൊട്ടാരത്തിലോ ജീവിച്ച് പരിചയിച്ചിട്ട് പിന്നീട് ഇങ്ങനൊരു ദാരിദ്ര്യം വന്നപ്പോൾ ഒറ്റ പൈജാമ മാത്രം കീറിപ്പോയത് ഉള്ളിലിരുന്ന് തുന്നുകയാണ് ആ പെൺകുട്ടി. പക്ഷേ ഉപ്പാനോട് ഒരു മോശ വർത്താനം പറഞ്ഞോ? ഉപ്പാനെ വേദനിപ്പിക്കല്ലേ ഉപ്പാനെ അറിയിക്കരുതേ എന്ന് പറഞ്ഞു. മറ്റൊരിക്കൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അവറുകളുടെ ഒന്നും രണ്ടും മക്കളല്ല 13 പെൺകുട്ടികളുണ്ടായിരുന്നു അവർ. ഒരു ദിവസം ഉപ്പ വീട്ടിലേക്ക് കയറി വന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. അസ്സലാം. വീട്ടിൽ കയറുമ്പം ദാരിദ്ര്യമാണെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും സലാം പറയണം, ബർക്കത്തുണ്ടാവും. സലാം പറയണം, സ്നേഹം ഉണ്ടാവും. ഇന്ന് നമുക്ക് കുടിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, തിന്നാൻ ഇഷ്ടം പോലെ ഉണ്ട്, ഉടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ സലാം പറയാൻ മടിയാണ്, ബർക്കത്ത് കുറവാണ്, പരസ്പരം ചിരിക്കാൻ മടിയാണ്. ഉപ്പവും മക്കളും മുഖത്ത് നോക്കി സംസാരിക്കൽ കുറവല്ലേ? ഉമ്മയും മക്കളും മുഖത്ത് നോക്കി സംസാരിക്കൽ കുറവല്ലേ? അഥവാ മുഖത്ത് നോക്കി സംസാരിച്ചാൽ അത് മോശം സംസാരമല്ലേ? ദേഷ്യം പിടിച്ചിട്ടും കലമ്പിയിട്ടും അല്ലേ സംസാരിക്കുക? എന്തേ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ദീൻ ഇങ്ങനെ ആയത്? എന്തുകൊണ്ടാണ് നമുക്ക് ബർക്കത്തില്ലാതാകും? നമ്മൾ വീട്ടിലേക്ക് കയറുമ്പം സലാം പറയണം, ചിരിക്കണം, എല്ലാവരോടും നല്ല വർത്തമാനം പറയണം, സന്തോഷം പങ്കിടണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ സുന്നത്തനുസരിച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരിക്കൽ കടന്നു വന്നിട്ട് സലാം പറഞ്ഞു. പെൺകുട്ടികൾ ഓരോരുത്തരും സാധാരണ പോലെ ഓടി വന്ന് ഉപ്പാന്റെ സലാമിന് മടക്കുകയും സന്തോഷത്തോടുകൂടി ഉപ്പാനെ വാരിക്കോരി കെട്ടിപ്പുണരുകയൊക്കെ ചെയ്യുന്നതിന് പകരം അന്ന് അവരുടെ മുണ്ടുകൊണ്ട്, അവരുടെ തട്ടം കൊണ്ട് വായി പൊത്തിപ്പിടിച്ചുകൊണ്ട് അലൈക്കും അസ്സലാം എന്ന് ഒളിച്ചു നിന്ന് പറഞ്ഞു. അലൈക്കും അസ്സലാം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, അങ്ങനെ എൻ്റെ മുമ്പിൽ മുഖം മറയ്ക്കാനും മാത്രം എന്തുണ്ടായി? അതല്ല വേണ്ടത്. വാപ്പയും മക്കളും തമ്മിൽ തുറന്ന് സംസാരിക്കണം, വാപ്പയും മക്കളും തമ്മിൽ ചിരിച്ച് സംസാരിക്കണം, വാപ്പയും മക്കളും തമ്മിൽ ഇരുന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. അത് ആവശ്യമാണ്. എന്തുകൊണ്ട് എൻ്റെ മക്കൾ ഇങ്ങനെ വായി മൂടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നു, മുഖം തിരിച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ ഇടപെട്ടു. ഭാര്യ പറഞ്ഞു, നമ്മുടെ മക്കൾക്ക് കുറച്ച് ദിവസമായില്ലേ ഒന്നും തിന്നാനില്ലാതെ,
ഒന്നും കഴിക്കാനില്ലാതെ ഇന്ന് നമ്മുടെ വീട്ടിൽ വെറും ഉള്ളി മാത്രമായിരുന്നു കഴിക്കാനുണ്ടായിരുന്നത്. ഉള്ളി മാത്രം. നമ്മുടെ മക്കൾ വിശപ്പിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ കടുപ്പം കൊണ്ട്, പട്ടിണിയുടെ കടുപ്പം കൊണ്ട് വിശന്നപ്പോൾ അവരൊക്കെ പച്ചുള്ളി തിന്നു. ഉള്ളി തിന്ന വായ കൊണ്ട് വാപ്പാൻ്റെ സലാമടക്കുകയും വാപ്പാക്ക് ദുർഗന്ധം വരികയും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അവരവരുടെ വായ് മൂടി. ഇത് ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളെപ്പോലത്തെ ഒരു വാപ്പയുടെ മക്കൾ ആ വാപ്പയോട് കാണിച്ച പെരുമാറ്റ രീതിയാണ്. നമ്മളെപ്പോലത്തെ കുടുംബത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉദാഹരണങ്ങളാണ് ഇങ്ങനത്തെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അവരുടെ അനുയായികളായ നമ്മൾ നോമ്പെടുത്തിട്ട് ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടാണ് മോനെ കടിയില്ലാണ്ടായി പോയതെന്ന് പറയുമ്പോൾ, ഗ്യാസ് ഉണ്ടായിക്കോട്ടെ, ഗ്യാസിൻ്റെ ഉപ്പ് ഉണ്ടായിക്കോട്ടെ, ഗ്യാസ് ഇല്ലാണ്ടിരിക്കട്ടെ, ഗ്യാസിൻ്റെ ഉപ്പ് ഇല്ലാണ്ടായിക്കോട്ടെ, എനിക്ക് കടിയെ വേണം എന്നാലേ പറ്റൂ. ചില മക്കൾ പറയുന്ന വാക്കുകളാണ്. എനിക്ക് കടി വേണം, എനിക്ക് ഭക്ഷണം വേണം, എൻ്റെ ഭക്ഷണത്തിൽ എൻ്റെ സംഗതികളിൽ ഒരു കുറവും വരാൻ ഞാൻ അനുവദിക്കൂല എന്ന് നിർബന്ധം പിടിക്കുന്ന ആൺകുട്ടികളുണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ, അല്ലേ? ആൺകുട്ടികളുണ്ടായിരുന്നു കുറച്ചു കാലം. ആൺകുട്ടികൾ ചെറുപ്പക്കാർ അങ്ങനെ വാശി പിടിക്കുമായിരുന്നു, നിർബന്ധം പിടിക്കുമായിരുന്നു. ചിലപ്പോൾ അവൻ പ്രതീക്ഷയോടുകൂടി കഷ്ടപ്പെട്ട് നോമ്പ് തുറക്കാൻ വന്ന് ഇങ്ങനെ നിന്ന് നോക്കിയപ്പോൾ അവൻ ഇഷ്ടപ്പെടാത്ത കടികളൊക്കെയാണ് കണ്ടെങ്കിൽ ചിലപ്പോൾ അവനെടുത്ത് എറിയുമായിരുന്നു, ഉമ്മാൻ്റെ മുഖത്തേക്ക് ചാടുമായിരുന്നു. ആ ഉമ്മാൻ്റെ മനസ്സ് എത്ര വേദനിക്കും, ഉമ്മാൻ്റെ മുഖത്തേക്ക് ചാടുക. അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന് തരാത്തതിൻ്റെ പേരിൽ ഉപ്പാനെ കുറ്റപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങനത്തെ കുരുത്തം കെട്ട, അനുസരണ കെട്ട, ധിക്കാരത്തിൻ്റെ ശബ്ദം ആൺകുട്ടികളിൽ നിന്നും കേൾക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ പോലും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക്. എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഓള് സമയമാകുമ്പോൾ ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങി അടുക്കളയിലെത്തുക, തീന്മേശയുടെ മുമ്പിൽ വരിക, എല്ലാം ഇങ്ങനെ നോക്കുക. ഓക്ക് ഇഷ്ടപ്പെട്ട മോഡേൺ ഐറ്റംസും ട്രെൻഡിങ് ഐറ്റംസും ഒന്നും ഇല്ലെന്ന് കണ്ടാൽ പിന്നെ അവൾ ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് പോവുക. ആരോടായി ദേഷ്യം പിടിക്കുന്നത്? നിനക്കിത് എങ്ങനെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് പകലന്തിയോളം പണിയെടുത്ത് കഷ്ടപ്പെട്ട നിന്റെ വാപ്പയോടല്ലേ നീ ദേഷ്യം പിടിക്കുന്നത്? ആ പകലന്തിയോളം പണിയെടുത്ത് കഷ്ടപ്പെട്ട് ചിലപ്പം ആരോടെങ്കിലുമൊക്കെ തുരന്ന് കടം വാങ്ങി ഇതുണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് തന്നപ്പം രാത്രിയും പകലും ഉറക്കമൊഴിഞ്ഞ് ഗ്യാസ് ഇല്ലെങ്കിലും വെള്ളമില്ലെങ്കിലും, അങ്ങനെയല്ലേ, ഗ്യാസ് ഇല്ല, വെള്ളമില്ല, എന്തൊക്കെയാ പ്രശ്നം, ഇതൊന്നും ഇല്ലെങ്കിലും നീ വരുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒന്നുണ്ടാക്കി മുമ്പിൽ വെച്ച് തരാൻ വേണ്ടിയിട്ട് മെനക്കെട്ട നിന്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ടല്ലേ നീ ഇങ്ങനെ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് മഹാനായത്. ഇവിടെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ പ്രിയപ്പെട്ട പുത്രിമാര് മഹാനായത്. അല്ലാതെ അവരുടെ ചരിത്രം പറഞ്ഞ് സുഖം കൊള്ളാനല്ല. എൻ്റെ ഉപ്പ അറിയല്ല കേട്ടോ, ഞാൻ ദാരിദ്ര്യത്തിലാണെങ്കിലും പട്ടിണിയിലാണെങ്കിലും ഉടുക്കാനൊന്നും ഇല്ലെങ്കിലും എൻ്റെ ഉപ്പാന്റെ മനസ്സ് വിഷമിക്കരുത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ഞാൻ തന്നെ ചിന്തിച്ചു, എന്തിനാ കഷ്ടപ്പെടുന്നത്? ഇഷ്ടംപോലെ ഇല്ലേ? അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അളിയന്മാർ, രാജാക്കന്മാർ എല്ലാവരും കൂടെ കൂടിയിട്ട് പറഞ്ഞു, നമ്മളെ മരിമക്കളെ ഇങ്ങനെ ദാരിദ്ര്യത്തിലിട്ടിട്ട് നിങ്ങൾ കഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ മരണപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അനുവദനീയമായ അവകാശം, അല്ലാതെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല, അത് നമ്മൾ മനസ്സിലാക്കണം, ഇല്ലാത്തത് കൊണ്ടല്ല, അനുവദനീയമായ അവകാശപ്പെട്ട സ്വത്തിൽ നിന്നും ഈ മക്കളുടെ പേരിൽ എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ മരിമക്കള് ദാരിദ്ര്യത്തിലായി പോവും, ആളുകളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരും എന്ന് പറഞ്ഞു. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അവറുകൾ ആ കാരണവന്മാരുടെ മുമ്പിൽ തൻ്റെ പ്രിയപ്പെട്ട പുത്രിമാരെ എല്ലാം വിളിച്ചിരുത്തിട്ട് ചോദിച്ചു, മക്കളെ, നിങ്ങൾക്ക് അവകാശപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം എൻ്റെ ഉപ്പ നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചോ, തടഞ്ഞോ, തരാതിരുന്നോ? എന്തെങ്കിലും തരാതിരുന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് തരാതിരുന്നത് ഈ പൊതു ഖജനാവിൽ നിന്നും നമ്മളും നമ്മുടെ ബന്ധുക്കളും അനുവദനീയവും അല്ലാത്തതുമായ നിലയിൽ കുറേ കൈയിട്ട് വാരിയതിൻ്റെ ആ ഹറാമുകൾ, അഴുക്കുകൾ നമുക്ക് വേണ്ടാന്ന് തീരുമാനിച്ചിട്ടല്ലേ ഉള്ളൂ. മലയാള ഭാഷയിൽ അതിനെ പരിഭാഷപ്പെടുത്തിയപ്പോൾ പായസം കുടിക്കുകയും ബിരിയാണി തിന്നുകയും ചെയ്യുന്നതിന് പകരം കഞ്ഞി കുടിക്കുകയോ ഉള്ളി തിന്നുകയോ ചെയ്തിട്ട് സ്വർഗത്തിൽ പോകാനല്ലേ മക്കളെ ഉപ്പകളെ പഠിപ്പിച്ചിട്ടുള്ളൂ. പായസവും ബിരിയാണിയും തിന്നിട്ട് നരകത്തിൽ പോകുന്നതിന് പകരം ഉള്ളി തിന്നിട്ടോ കഞ്ഞി കുടിച്ചിട്ടോ സ്വർഗത്തിൽ പോകാനല്ലേ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ ഉപ്പ നിങ്ങൾക്ക് അവകാശപ്പെട്ടതൊന്നും തടഞ്ഞില്ല. ആ മക്കൾ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ ഉപ്പയുടെ പെരുമാറ്റത്തിൽ 100% തൃപ്തരാണ്, ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങൾക്ക് വിഷമമില്ല, ഞങ്ങൾക്ക് പരിഭവമില്ല. മക്കളോട് എണിച്ചു പോകാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ആളിയന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ മക്കൾക്ക് ദീൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന വലിയല്ലാഹ് അല്ലദീ യതവല്ല സ്സാലിഹീൻ. അവർ സാലിഹീങ്ങളാണെങ്കിൽ അവരുടെ കാര്യം എൻ്റെ റബ്ബ് ഏറ്റെടുക്കും. ഖുർആൻ പറയാ. ഉമർ ബിൻ അസീസ് എന്ന് പറയുന്ന ഒരു പിതാവ് മരിക്കാൻ പോകുന്ന നേരത്ത് തൻ്റെ ബന്ധുക്കളോട് തൻ്റെ മക്കളെ കുറിച്ചിട്ട് പറയുന്ന ആത്മവിശ്വാസമാണ്. ഈ റമദാനിൻ്റെ അവസാന നാളുകളിൽ
എത്തിക്കാഫും മറ്റുമൊക്കെ നടത്തുന്ന മുസ്ലിമീങ്ങളായ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ പഠിക്കണം, ഇത് പകർത്തണം. നമ്മുടെ മക്കളെ കുറിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടാകണം. എൻ്റെ മക്കളെ ഞാൻ സാലിഹാക്കിയിട്ടുണ്ട്, എൻ്റെ മക്കളെ ഞാൻ നിസ്കരിക്കാൻ പഠിപ്പിച്ചു, നിസ്കരിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ നേരത്തെ പറഞ്ഞതുപോലെ രോഗം വന്നാൽ, കടം വന്നാൽ, വിഷമം വന്നാൽ, പ്രയാസം വന്നാൽ മുസല്ല വിരിച്ച് നിസ്കരിച്ച് പടച്ചവൻ്റെ മുമ്പിൽ കരയാൻ ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ആളെ മുമ്പിൽ കൈനീട്ടാൻ ഞാൻ അവരെ പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ മക്കൾ സാലിഹീങ്ങളാണെങ്കിൽ ഇന്ന വലിയല്ലാഹു സാലിഹീൻ, സാലിഹീങ്ങളായ എൻ്റെ മക്കളെ അള്ളാഹു ഏറ്റെടുത്തോളും. എനിക്ക് ബേജാറില്ല. നിങ്ങൾ കാരണവന്മാർ അവരുടെ കാര്യം വിചാരിച്ചിട്ട് ബേജാറൊന്നും ആവണ്ട. ഇനി അഥവാ എൻ്റെ മക്കൾ സാലിഹീങ്ങളല്ല, കുരുത്തം കെട്ടവരാണെങ്കിൽ ആ കുരുത്തം കെട്ടവരായ മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൊടുക്കുന്നത് എനിക്ക് സന്തോഷേ ഇല്ല. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ എനിക്ക് ബേജാറുമില്ല. സന്തോഷത്തോടുകൂടി ആ മനുഷ്യൻ ലോകത്തോട് വിട പറഞ്ഞു. വിട പറയുമ്പോൾ ഒരു ശബ്ദം അശരീരി പോലെ കേട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ആ ലോകം സ്വർഗമാണ്, ആ ലോകം സന്തോഷപൂർണമാണ്, ആ ലോകം സമാധാനത്തിൻ്റെതാണ്. അത് ആർക്കാണ് അള്ളാഹു കൊടുക്കാന്നറിയോ? ഇവിടെ രാജാവായി വാണാലും ഫക്കീറായി ജീവിച്ചാലും ആരായിരുന്നാലും അള്ളാഹുവിനെ അനുസരിക്കുകയും അവൻ അടിമപ്പെടുകയും അഹങ്കാരമില്ലാതെ ജീവിക്കുകയും അനുസരണക്കേടില്ലാതെ ജീവിക്കുകയും ഒക്കെ ചെയ്ത നല്ല അടിമകൾക്ക് വേണ്ടി, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു ആ ലോകം കൊടുക്കുക എന്ന് പറഞ്ഞ ശബ്ദത്തോടു കൂടി മഹാനവറുകൾ യാത്രയായി. അള്ളാഹുവിൻ്റെ